പ്രേസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സഹോദരൻ മുരാരി കുമാറാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ മുരാരി കുമാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോ ബ്രദറെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബ്രദറിനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനിപ്പോ കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്, എൻ്റെ ഒരു സുഹൃത്തിന്റെ നിന്നാണ് ഇപ്പം ഇത് സംപ്രേഷണം ചെയ്യുന്നത്. ഇത് സംപ്രേഷണം ചെയ്യുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ ഒരുക്കി തന്ന പാസ്റ്റർക്കും ആരോമ ചാനലിനും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എൻ്റെ പേര് മുരാരി കുമാർ. എൻ്റെ സ്വദേശം പാളയം ലെനിൻ നഗർ എന്ന് പറയും, പഴയ പാരീസ് ലൈനാണ്. അവിടെ ഞാനും ഭാര്യ ലളിത, ഞങ്ങൾ രണ്ടുപേരാണ്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അതിന് തക്കതായ കാരണം എന്ന് പറയുന്നത് വൈഫിന് ഒരു ക്യാൻസർ വന്നു. അതിലൂടെ 5 കിലോ യൂട്രസുമായി ബന്ധപ്പെട്ട് വെട്ടി എടുക്കപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പേ. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഞങ്ങൾ ശുശ്രൂഷയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ. അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ: ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല ഓർമ്മകൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, വിദ്യാഭ്യാസം, തുടർന്നിങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓർമ്മകൾ സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന ഒരു മാതാപിതാക്കൾക്കുള്ള മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ലെനിൻ നഗർ എന്ന് പറയുന്ന പഴയ കുളം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ആ കുളം ഒരു ആനയും ആനക്കാരനും താണ സ്ഥലമാണ്. ഇന്ന് അത് വലിയ നഗറായി മാറിയിട്ടുണ്ട്. അപ്പോ അവിടെ എനിക്ക് 5 വയസ്സോളം ഞാൻ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് നെടുമങ്ങാട് എൻ്റെ അച്ഛന് കുറച്ച് സ്ഥലവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു വീടുണ്ട്. അവിടെ കടന്നു പോകാനിടയായി. അച്ഛൻ ഹെൽത്ത് സർവീസിൽ ജീവനം കഴിച്ചിരുന്ന മനുഷ്യനാണ്, മരണപ്പെട്ടു പോയി. അമ്മയും മരണപ്പെട്ടു പോയി. എൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ വളരെ അടുക്കും ചിട്ടയോടും കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ബാല്യകാലത്തിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നത് കൊണ്ട് മറ്റു കുട്ടികളോട് കൂടിക്കഴിഞ്ഞാൽ മോശമായി പോകും എന്നുള്ള ഒരു അമിത മക്കളോടുള്ള സ്നേഹം കൊണ്ട് ഒക്കെ ആയിരിക്കും. അങ്ങനെ ആ വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് ഞങ്ങൾ മറ്റു കുട്ടികളുമായിട്ട് സഹകരിക്കുന്നതോ ബന്ധപ്പെടുന്നതോ ആയിട്ട് സ്കൂൾ ജീവിതത്തിൽ അധികം ഓർമ്മിച്ചു വയ്ക്കാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷേ ഹൈസ്കൂൾ വരെ ആ ഭാഗത്ത് നെടുമങ്ങാടിനടുത്തുള്ള ഊഴമലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് UP സ്കൂളിൽ മാണിക്യപുരം എന്ന് പറയുന്ന സ്കൂളിലും ഹൈസ്കൂളിലായപ്പോഴേക്ക് ശ്രീനാരായണ ഹൈസ്കൂളിലേക്കും പഠിക്കപ്പെടുവാനിടയായി. അവിടെ ബാല്യകാലത്തില് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നെ കൊച്ചിലെ പഠിപ്പിച്ച 2 അധ്യാപകരെയാണ്. ഒന്ന് ഈ ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന ഒരു പാഠം പഠിപ്പിച്ചത് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു ഭാവമാണ്. അന്ന് മുതൽ തന്നെ ഈ ആദാമിന്റെ മകൻ അബു കഷ്ടത അനുഭവിക്കുന്നവര്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, പക്ഷെ ആ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അന്ന് പഠിച്ചത്. അപ്പൊ അന്ന് മുതലേ മനസ്സിന് ഈ കഷ്ടത അനുഭവിക്കുന്നവരോട് ഒരു ഒരു മാനസികമായ ഒരു അടുപ്പം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ തിക്ത അനുഭവം എന്ന് പറഞ്ഞ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്തുദാസ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് അദ്ദേഹം പുതുതായിട്ട് സ്കൂളിൽ വന്നയാളാണ്. അദ്ദേഹം എന്നെക്കുറിച്ചോ എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അധികം അറിയില്ല. എന്തായാലും ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായതുകൊണ്ട് ആ അധ്യാപകൻ ആ പേപ്പർ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുവന്ന്
ആദ്യമായിട്ട് ആരാളാ ഈ മുരാരികുമാർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ വിറച്ച് വിറച്ച് ഇങ്ങനെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ശൗര്യഭാവമൊക്കെ കണ്ടിട്ട് എന്തോ കുറ്റം ചെയ്തതുപോലെയാണെന്നുള്ള ഒരു തോന്നൽ എന്റെ മനസ്സിൽ വന്നു. ഞാൻ അദ്ദേഹത്തെ വിറച്ച് വിറച്ച് മിക്സഡ് ക്ലാസ് ആണ്, വിറച്ച് വിറച്ച് എണീക്കുമ്പോൾ അദ്ദേഹം ആ പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഇത് നിന്റെ പേപ്പറാണോ എന്ന് ചോദിച്ചു. ഓ, ആ, ഞാൻ പറഞ്ഞു തന്നെ അത് ഇത്രയും മാർക്ക് നിനക്ക് കിട്ടാൻ കാരണം. പിന്നെ മേശപ്പുറത്തെടുത്ത് ഏഹ്, എന്നെ എടുത്ത് നിർത്തിയിട്ട് അദ്ദേഹം രണ്ടടി തന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് അടിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ആ അടി തന്നിട്ട് പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് മേലാൽ ഇത്തരം കാണിക്കല്ലെന്ന് പറഞ്ഞു. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് ഈ ക്ലാസ്സിൽ നിന്റെ പകുതി മാർക്കേ എല്ലാ കുട്ടികളും വാങ്ങിച്ചിട്ടുള്ളൂ, ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് നിന്റെ പകുതിയിൽ താഴെ മാർക്കാണ്. അപ്പൊ ഞാൻ കണ്ടെഴുതി എന്നുള്ള രീതിയിലാണ്, അന്ന് എനിക്ക് കണ്ടെഴുതാൻ അറിയില്ല. ആ കുറ്റബോധം മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ എനിക്ക് ഇട്ടു തരികയാണ് ചെയ്തത് അദ്ദേഹത്തോട്. അതുകൊണ്ട് ആ ക്രിസ്തുദാസ് എന്നുള്ള പേര് എനിക്ക് വളരെ ക്രിസ്ത്യാനികളോട് ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിലായിരുന്നു ആ പേര് കൊണ്ട് തന്നെ ഞാൻ ലക്ഷ്യം വെച്ചത്. അന്ന് എന്റെ അടുത്ത് തന്നെയാണ് കുഞ്ഞമ്മ, ആ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോ ആ ടീച്ചർ ഉടനെ എന്നെ അടിക്കുന്നത് കണ്ടുകൊണ്ട് അവര് വളരെ വിഷമത്തിൽ വന്ന് എന്തിനാ എന്തിനാ സാറേ ആ കുഞ്ഞിനെ അടിച്ചത്? അവൻ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ അവനെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചറാണ്, അവൻ എപ്പോഴും ക്ലാസ്സിൽ ബെസ്റ്റ് ആണ് എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഏഹ്, മറ്റൊരു വഴക്ക് പറഞ്ഞ് എന്തായാലും അത് എന്റെ മനസ്സിൽ കുറിച്ചിട്ട് ക്രിസ്ത്യാനികളോട് ഉള്ള വെറുപ്പ്. ക്രിസ്തുദാസ് എന്ന അദ്ദേഹം വാസ്തവത്തിൽ ക്രിസ്ത്യാനി ആയിരുന്നില്ല. ആ, 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 അദ്ദേഹത്തോട് അങ്ങനെ എന്റെ മനസ്സിൽ എന്തായാലും ഒരു കറുപ്പ് വരുവാനിടയായി. ആ, അതിനുശേഷം ഞാൻ ഹൈസ്കൂളെല്ലാം കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഞാൻ തുടർന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അച്ഛന് ഹൈന്ദവ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞല്ലോ. ആ അച്ഛൻ 1975 ഹെൽത്ത് സർവീസിന്റെ ഒരു ഉം, ആ, ശബരിമല ഡ്യൂട്ടി കിട്ടുകയുണ്ടായി. ഈ ശബരിമല ഡ്യൂട്ടി എനിക്ക് പോകാൻ അച്ഛൻ വളരെ സന്തോഷത്തോടെയാണ് പോയത്. കാരണം എന്ന് പറഞ്ഞാൽ ആ, ആ, അച്ഛൻ പല പ്രാവശ്യം ശബരിമലയിൽ പോവുകയും ആ, അങ്ങനെ നല്ല ഭക്തിയോടെ തന്നെ വീട്ടിലെ വ്രതങ്ങൾ അനുഷ്ഠിച്ചും ആ, പ്രത്യേകിച്ചും അങ്ങനെ നടന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് സംസ്കൃതം കുറച്ചറിയാവുന്ന ആളായിരുന്നു. അപ്പോ ആ ആ ആ ആ ഔദ്യോഗികമായിട്ട് പോവേണ്ടി വന്ന സാഹചര്യം അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പക്ഷെ പോകുന്ന പോക്കില് അദ്ദേഹം അറിയുന്നു അത് ശബരിമലയിലല്ല, ശരിക്കും പൊന്നമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടി വന്നത്. അപ്പൊ അച്ഛൻ ആ ഡോക്ടറോട് ചോദിച്ചു എന്താണ് നമ്മൾ ശബരിമലയിൽ നിന്നല്ലേ പറഞ്ഞത്? അത് അല്ല, പൊന്നമ്പേട് അല്ല കുഞ്ഞുകൃഷ്ണൻ, അത് ശബരിമലയില് പൊന്നമ്പലമേട്ടിലാണ് ഇത് വിളക്ക് കത്തിക്കുന്നത്. ആ മകരവിളക്ക് കത്തിക്കുന്നിടത്ത് അദ്ദേഹത്തിന് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം പാമ്പ് കടിക്കുകയോ കടുവ പിടിക്കുകയോ എന്തെങ്കിലും അപകടം വന്നാൽ അവരെ സംരക്ഷിക്കാനാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ അന്ന് വരെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്ന് മകരജ്യോതി എന്ന് പറഞ്ഞാൽ ജ്യോതിയാണ്, നക്ഷത്രമാണ്. അത് പ്രപഞ്ചത്തിന്റെ വെളിയിൽ നിന്ന് കത്തി വരുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നതും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതും. അപ്പൊ അന്ന് വരെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് വ്യത്യാസം വന്നപ്പോൾ അച്ഛന്റെ മുഖം വളരെ ചുളിഞ്ഞു. അച്ഛൻ അച്ഛൻ വളരെ ആത്തവണ പോയി കണ്ടു. മകരവിളക്ക് കത്തിക്കുന്ന ഒരു ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ കണ്ടു തിരിച്ചു വന്ന മനസ്സ് ഭയങ്കരമായി വേദനിച്ച് ഇത്ര കാലം ഞാൻ ജീവിച്ചിട്ട് ഇത്രയും കാലം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റ്, പലതും കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നിരുന്ന് വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ മൂത്ത സഹോദരൻ അന്ന് അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. സഹോദരനോട് അച്ഛനോട് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കൂട്ടുകാരോടെല്ലാം ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ അച്ഛൻ വളരെ വിഷമത്തിലാണ്, ഇത്തവണ പോയപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടു. 76 മൂത്ത സഹോദരനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ചേർന്ന് ഈ പറയുന്ന പൊന്നമ്പലമേട്ടിലേക്ക് കടന്നു ചെല്ലുവാനും അവിടെ ചെന്ന് അവരും കണ്ട് ക്യാമറ സെറ്റപ്പുമായിട്ടാണ് പോയത്. ഈ ഇതെല്ലാം കണ്ടപ്പോഴേക്കും അവര് ഫോട്ടോ എടുത്തു, തിരിച്ച് നാട്ടിൽ വന്നു. അവര് ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് യുക്തിവാദി സംഘം എന്ന് പറയുന്ന നിരീശ്വരവാദ ഗ്രൂപ്പിലേക്ക് കൈമാറി. അപ്പോ അവർക്ക് വാശിയായി, അതൊന്ന് കാണണമല്ലോ. അത് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി അവർ അന്വേഷിക്കുകയും
ജ്യേഷ്ഠൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് 77-ൽ പോവുകയും അന്ന് തനിനിറം എന്ന പത്രത്തില് ആ, പിറ്റേന്ന് മകരവിളക്ക് തനിനിറം പോലുള്ള അന്ന് ഉണ്ടായിരുന്ന മനോരമ എല്ലാ പ്രസിദ്ധീകരണങ്ങളും പൊന്നമ്പലമേട്ടില് മകരവിളക്ക് ഇത്തവണ വളരെയധികം കത്തുകയും വളരെയധികം കത്തി എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമായി ആഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവര് മകരജ്യോതി തട്ടിപ്പാണേ വെട്ടിപ്പാണേ എന്ന് പറഞ്ഞ് യുക്തിവാദി സംഘം അത് ഏറ്റെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിലും ജാഥയും മറ്റു കാര്യങ്ങളും ചെയ്തു. അപ്പോഴേക്കും ഇത് ഒരു പ്രതിസന്ധിയിലോട്ട് വന്നപ്പോൾ നായനാർ ഗവൺമെന്റ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, അത് തട്ടിപ്പാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് ഭയങ്കരമായ ട്രാൻസ്പോർട്ട് വഴി നല്ല വരുമാന മാർഗമാണ്, അത് നിങ്ങൾ അതിനെ അടയ്ക്കരുത് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ യുക്തിവാദമായി ബന്ധപ്പെട്ട പല പ്രസിദ്ധീകരണങ്ങളും വീട്ടിൽ കൊണ്ടുവരികയും അതിൽ ഇടമറകന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും ചിന്തിക്കുകയും അതുപോലെ ഏറ്റിക്കോവൂര് അതുപോലുള്ള ആളുകളുമായി പിന്നെ പരിചയപ്പെടാനും എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഇന്ന് കഴിഞ്ഞ വർഷം വരെ യുക്തിവാദി സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആ ഭാഗത്ത് തന്നെ നിലനിൽക്കുകയാണ്. എനിക്ക് എനിക്ക് വിശ്വാസത്തെ ഈ വിശ്വാസത്തിലേക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. പക്ഷേ അന്ന് മുതൽ ഈ സത്യം അറിയുവാനുള്ള ഒരു ബോധം എന്റെ മനസ്സിൽ തിളച്ചുകൊണ്ട് ഇരുന്നു. സത്യത്തിൽ ഈ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ വെറും പേടിത്തൊണ്ടനായിരുന്ന ഞാൻ മാനസികമായിട്ട് നല്ല ഒരു പവർ, സത്യമല്ലാത്തതിനെ എതിർക്കുവാനുള്ള ഒരു 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 ഫോഴ്സ് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അസത്യങ്ങളെ, അനീതിയെ ചെറുക്കുക. അത്തരത്തിൽ ഞാൻ വളരെയധികം ഈ റോഡരികിലിരിക്കുന്ന വിഗ്രഹങ്ങളെ, പുറമ്പോക്കിലിരിക്കുന്ന വിഗ്രഹങ്ങൾ, അത് ഞാൻ പേര് പറയുന്നില്ല, പല വിഗ്രഹങ്ങളും എടുത്ത് വിലയേറിയുക, അങ്ങനെ ക്രൂരമായ പ്രവർത്തനങ്ങളിലേക്ക് യുവത്വം മുഴുവനും ക്രൂരമായ പ്രവൃത്തികളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി. വളരെയധികം കേസുകളിൽ പിന്നെ ഇതിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിനൊന്നും മൂർച്ചയില്ല. ഇതിനൊന്നും ഒരു തീഷ്ണതയില്ല. യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്കൊരു തീഷ്ണതയില്ല. അവരുടെ ആശയം പോലും അവര് ശരിക്കും പറഞ്ഞാൽ ആളുകളെ പ്രചരിപ്പിക്കുന്നില്ല. ഇത് പോരാ. പിന്നെ ഫ്രീഡം മിഡ്നൈറ്റ്, പിന്നെ ലാപ്പിയറിന്റെ പുസ്തകങ്ങള്, ഡൊമിനിക് ലാപ്പിയർ, ചാൾസ് ലാപ്പിയർ എന്ന് പറയുന്ന ഇവര് എഴുതിയ രക്തസാക്ഷികള്, ഇങ്ങനെയൊക്കെ പറയുന്ന പുസ്തകങ്ങൾ അനേകം വായിക്കുകയും ദി മദർ എന്ന് പറയുന്ന റഷ്യയുടെ വിപ്ലവം ഉണ്ടാക്കിയ പുസ്തകം, ആ പുസ്തകം വായിക്കുകയും അതുപോലെ ഫിഡൽ കാസ്ട്രോ എങ്ങനെയാണ് ആ രാജ്യം ക്യൂബ പിടിച്ചെടുത്തത്, 52 പേര് ചേർന്നിട്ട് അമേരിക്കൻ പടയാളികളെ എല്ലാം അമേരിക്കൻ പടയെ ചെറുത്ത് തോൽപ്പിച്ച ചരിത്രം വായിച്ചു വളർന്ന യുവത്വം എനിക്ക് വളരെ ആവേശമായിരുന്നു. ഞാൻ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി, വളരെയധികം കേസുകളിൽ പ്രതിയായി. അപ്പോഴെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനുജന്മാരില് രണ്ടുപേർക്ക്, ഒരാൾക്ക് എയർ ഏവിയേഷനിൽ ഡൽഹിയിലും ഒരാൾക്ക് ഇന്റലിജൻസ് ബ്യൂറോ ഡൽഹിയിലും ജോലി അപ്പോയിന്റ്മെന്റ് ലഭിച്ചു. രണ്ടാമത്തെ അനുജൻ 5 വർഷം കഴിഞ്ഞാണ് ഇന്റലിജൻസ് ബ്യൂറോയില് ജോലിക്ക് പോയത്. ഈ അനുജന് അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കേരളത്തിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും പോയ തീവ്രവാദി ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളിൽ ഒരാള്, കേരളത്തിൽ നിന്ന് പോയതിൽ ഒരാള് ഞാനും കൂടെ ആയിരുന്നു. അപ്പോൾ അതിന്റെ സെറോക്സ് കോപ്പി എടുത്തിട്ട് അമ്മയ്ക്ക് അന്ന് അനുജൻ അയച്ചു കൊടുക്കപ്പെട്ടു. ആ അയച്ചു കൊടുത്ത കോപ്പി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് ഇവിടെ നിന്നാൽ അനുജന്മാരുടെ ജോലി നഷ്ടപ്പെടും, പല പ്രശ്നങ്ങളും വീണ്ടും ഉണ്ടാകും. അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു ചേഞ്ച് ആഗ്രഹിച്ചു. അങ്ങനെ എയർപോർട്ടിൽ അന്ന് ഞാൻ ഇതിനിടയ്ക്ക് AC മെക്കാനിസം പഠിച്ചു. അപ്പോ AC മെക്കാനിസം പഠിച്ച് എയർപോർട്ടിൽ AC ഓപ്പറേറ്റർ ആയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഗൾഫിലേക്ക് ഒരു ഈ കേസുകളുടെ ആധിക്യം കൊണ്ട് എനിക്ക് ഇവിടം വിടുക എന്നൊരു ഉദ്ദേശം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ള ഉദ്ദേശത്തോടെ എയർപോർട്ടിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് AC മെക്കാനിക്കായിട്ട് അവിടെ സൗദിയിൽ പോയിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, അവന്റെ സുഹൃത്തിന്റെ പക്കൽ കുറെ വിസയുണ്ട്, AC മെക്കാനിക്കിന്റെ വിസയുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പോകുന്നോന്ന് ചോദിച്ചു. ഞാൻ വാസ്തവത്തിൽ
ഞാൻ ഒരിക്കലും ഗൾഫിലോട്ട് പോകുന്ന കാര്യമേ ആലോചിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പോഴെനിക്ക് ഏഹ്, ഞാൻ എഗ്രി ചെയ്തു. ശരി, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 92-ല് സൗദി അറേബ്യയിൽ പോവുകയും ഞാൻ പോയി പോയ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല. ഞാൻ അവിടെ പോയപ്പോഴേക്ക് യമന്റെ ബോർഡറിലാണ്, ബിഷ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ചെന്നിറങ്ങിയത്. അവിടെ ചെന്നപ്പോഴേക്കും അറബികളെ കണ്ടപ്പോൾ സാധാരണ ഒരു ഞാൻ സാധാരണ ഒരു വളരെ പ്രതീക്ഷയായിട്ട് സാമ്പത്തികമായി കുറെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയോടും വളരെ ഒരു സാംസ്കാരികമായിട്ട് ഉയർന്ന ഒരു നിലവാരത്തിൽ എത്തുമെന്ന് പ്രതീക്ഷയോടെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ബെൽറ്റ് കെട്ടിയിട്ട് രണ്ട് വാള്, ഉറയിലിട്ട വാള് ഈ ബെൽറ്റിൽ തൂക്കി ഒരു തോക്കുമായി നിൽക്കുന്ന അറബികളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ അറബികളെ കാണുമ്പോൾ തന്നെ അവരുടെ സൗണ്ട്, സ്തംഭിച്ചുള്ള സൗണ്ടും ഭാഷ മനസ്സിലാകാത്ത പ്രതീതിയുമായപ്പോഴേക്കും എന്റെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു അഹങ്കാരവും തണ്ടും സ്വയമേ ചോർന്നു പോയി. എയർപോർട്ടിൽ നിന്ന് അറബി ഒന്ന് വിളിക്കാൻ സമയമായപ്പോഴേക്കും ഒരു ഒരു അടിമയെ പോലെ കയറി അവന്റെ വാഹനത്തിൽ ഇരുന്ന് പോകുന്നു. പോയി കുറച്ച് അടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് പാകിസ്ഥാനികളാണ്. കൂടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനികളും ആ, അഫ്ഗാനികള്, ഏഹ്, പിന്നെ സുഡാനികള്, മിസ്ത്രീകള്, ഇവരെല്ലാം തന്നെ മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദു പാസ്പോർട്ടിലാണ് ഞാൻ ചെന്നിറങ്ങുന്നത്. അപ്പോൾ ഈ പാസ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാനികൾ അറബിയോട് പറഞ്ഞു കൊടുത്തു, "ആ, ആ, ഇവൻ ഹിന്ദുക്കി എന്നാ പറയുന്നത്, ഹിന്ദുക്കിയാണ്, അപ്പോ ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയില്ല" എന്ന അവരുടെ അത് കഴിഞ്ഞപ്പോഴേക്കും അറബിയുടെ ആക്ഷൻ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കുന്നു എന്തോ ഇവിടെ ഭീകരപ്രവർത്തനം ചെയ്തിട്ട് വന്ന ആളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അറബി ഭയങ്കര ഒച്ച വയ്ക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തു. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇവിടെയും നമുക്ക് സ്വസ്ഥത വരുന്ന ഒരു രീതിയല്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1992 ഡിസംബർ 6 ബാർബറി മസ്ജിദ് ഇവിടെ തകർക്കപ്പെട്ടത്. അന്ന് മുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ആരും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നില്ല. വളരെയധികം പീഡനം ഈ പാകിസ്ഥാനികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു. അവര് പത്രം എടുത്തുകൊണ്ട് കാണിച്ചു തന്നു, നിങ്ങളുടെ അവിടെ ഒരു ഹൽഹിന്ദിൽ ഒരു പള്ളി പൊളിച്ച് ഞങ്ങൾ ഇടിച്ച് ബുൾഡോസർ വെച്ച് നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ഇടിച്ച് മറിച്ചേക്കരുത്. ഞാൻ ഹിന്ദു എന്നാണ് പുള്ളി വിചാരിച്ചേക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ ഇവിടെ ഞങ്ങൾ ജാതിക്കും മതത്തിനും ഒക്കെ എതിരായി നിന്നവരാണ്. അവിടെ ഞാനൊരു വർഗീയവാദിയായിട്ട് അവർ ചിത്രീകരിച്ചുകൊണ്ട് എന്നെ വളരെ വണ്ടിയുടെ ടയറിൽ ഇവരെടുത്ത് അടിക്കുകയും വേണ്ട ഉപദ്രവങ്ങൾ അവരിൽ നിന്ന് നേരിട്ടു. അങ്ങനെ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോഴേക്കും ഞാനൊരു ട്രെയിലർ ലോറി വന്ന് നിന്നപ്പോൾ ഒരു രാത്രിയിൽ ആ ട്രെയിലർ ലോറിയുടെ ഡാഷ് ബോർഡിൽ കയറി മിണ്ടാതെ കിടന്നു. വളരെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ ലോറി ഒരു സ്ഥലത്ത് ഏതോ ഒരു പെട്രോൾ പമ്പിൽ കൊണ്ട് നിർത്തി. ആ പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴേക്കും വളരെ വിജനമായ പ്രദേശമാണ്. വളരെ വിജനമായ ഈ പ്രദേശത്ത് കൂടി നടക്കുമ്പോഴേക്കും വലിയ വാഹനങ്ങൾ ഇതിന്റെ കാറ്റടിച്ച് അത് തെറിച്ചു പോകും, പറന്നു പോകുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ആ റോഡ് വിട്ട് ചെറിയ റോഡ് കണ്ടപ്പോഴേക്കും അവിടേക്ക് കയറി നടന്നു. ഇതെല്ലാം ഇതിനിടയ്ക്ക് നടക്കുന്നത് അത്രയും മരുഭൂമിയിൽ കൂടെ. കുറെ കഴിഞ്ഞപ്പോഴേക്ക് ദിക്കും ദിശയും അറിയാതായി. ഏഹ്, ഒരു രാവിലെ മുതൽ ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്ത് കുറെ കഴിഞ്ഞപ്പോഴേക്കും ആ അസ്ഥികൂടങ്ങളും മനുഷ്യന്റെ അസ്ഥികൾ ഉൾപ്പെടെ ഉണ്ട്. ബാഗുകള്, പിന്നെ ഒട്ടകത്തിന്റെ അസ്ഥികൂടങ്ങൾ, ആടുമാടുകളുടെ അസ്ഥികൂടങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി കിടക്കാറുണ്ട്. ഇതെല്ലാം കടന്നു പോകുമ്പോഴും മനസ്സിൽ ഉള്ളിൽ ഭയം, ഒറ്റപ്പെട്ട ഒരു അനുഭവം തോന്നി. കാലുകളെല്ലാം കീറാൻ തുടങ്ങി. മണലിൽ കൂടി നടക്കുമ്പോഴേക്ക് രക്തം കാലിൽ കൂടി ഒഴുകാൻ തുടങ്ങി. ഈ ഒഴുകുന്നതിന്റെ ഇടയിൽ മണൽ കയറിയിട്ട് സഹിക്കാനാവാത്ത വേദന. ഈ യാത്ര വൈകുന്നേരം വരെ നടന്നിട്ട് ഒരു ദിക്കും ദിശയും ഇല്ല. വൈകുന്നേരം ആയപ്പോഴേക്കും 4 സൈഡിൽ നിന്ന് ഈ ചെന്നായ്ക്കളുടെ ചെന്നായ്ക്കൾ ഓരിയിട്ട് വരുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഓടി ഒരു പാറപ്പുറത്ത് ഓടി കയറി ഇരുന്നത് ആ ദിവസം വെളുപ്പിച്ചു.
വെളുക്കുന്നത് വരെ പല കാര്യങ്ങളിൽ ഞാൻ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും റിവൈൻഡ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ ഇരിക്കാൻ പറ്റില്ല. വെളുത്തപ്പോഴേക്കും എവിടെയെങ്കിലും ആരെങ്കിലും ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയുള്ള തിടുക്കമായി. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കുമാണ് കയ്യിലുണ്ടായിരുന്ന 5 ലിറ്ററിന്റെ വെള്ളവും തീർന്നു. ആഹാരമില്ല. ആകെയുള്ള ഒരു ബാഗ് മാത്രമുണ്ട്. ആ ബാഗിൽ കുറച്ച് തുണികളും മറ്റ് സാധനങ്ങൾ കൊണ്ടുപോയ അതേ ബാഗും എടുത്തുകൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ ഒരു ദിക്കും കാണാൻ വയ്യാതെ, ചുരുക്കം പറയട്ടെ, വൈകുന്നേരമായ വരെ ആയപ്പോൾ എനിക്ക് ശരീരം മുഴുവനും തളർന്ന് ശരീരത്തിൽ ബ്ലഡ് ഇല്ല എന്നും എല്ല് മാത്രമാവുന്ന ഒരു അവസ്ഥയിൽ ഒരു വലിയ പാറ കണ്ടു. പാറപ്പുറത്ത് കയറിയിട്ട് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണ് അവിടെ വെച്ച് ഡയറിയിൽ എഴുതി വെച്ച്, ഈ മരണത്തിൽ മറ്റാർക്കും പങ്കില്ല, എന്നെങ്കിലും അച്ഛനോ അമ്മയോ അറിഞ്ഞുകൊള്ളട്ടെ ഞാൻ ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ അതിന്റെ പുറത്തൊരു കല്ലും വെച്ചിട്ട്, ഇവിടെ ആര് എന്നെ രക്ഷിക്കും, ഇവിടെ എന്നെ ആര് രക്ഷിക്കും എന്നിങ്ങനെ മനസ്സിൽ തോന്നി. കുറ്റബോധത്തോടെ ഞാൻ അവിടെ ആയിരിക്കുമ്പോ പെട്ടെന്നൊരു ഇവിടെ ആരെങ്കിലും എന്നെ രക്ഷിക്കുന്നെങ്കിൽ ഞാൻ അവർക്ക് അവർക്ക് അടിമയായിരിക്കും എന്ന് അവർക്ക് അടിമയായിരിക്കും എന്ന് ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗാഠനിദ്രയല്ല, ശരിക്കും മൈൻഡിന് ഓർമ്മയുണ്ട്. ആ ഓർമ്മയില് ആ ആ ഓർമ്മ ശരിക്കും ആ നിദ്രയിലോട്ട് പ്രവേശിക്കുമ്പോഴേക്കും അകലത്തിൽ നിന്ന് ഒരു കുളമ്പടിയുടെ ശബ്ദം, എന്തോ അപകടം സൂചനയെന്ന് വിചാരിച്ച് ഞാൻ കവിണ്ണ ആ പാറപ്പുറത്ത് കിടക്കുമ്പോൾ ആ കുളമ്പടി അടുത്തു വന്നു. പെട്ടെന്ന് നിവർന്ന് തല ഉയർത്തി നോക്കുമ്പോഴേക്കും ആ, 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 ഒരു ഒരു ഭയങ്കരമായ ഒരു വെളിച്ചം. ആ ഇരുട്ടത്ത് പാതിരാത്രി എന്തോ വെളിച്ചം. ആ തേജസ്സിന്റെ മുമ്പാകെ ഏഹ്, ആ തേജസ്സിൽ ഒന്ന് കൊണ്ട് കാണാൻ വയ്യാതെ വീണ്ടും കവിണ്ണ് ഒന്ന് എണീറ്റപ്പോഴേക്കും ആ തേജസ് മാറി. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ഒരു ആൾ രൂപത്തിന്റെ മധ്യത്തില് 91 സങ്കീർത്തനം നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ എഴുതി കാണിച്ചു തന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമാകുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് പറയുന്നില്ല. അപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല. സങ്കീർത്തനം ഇങ്ങനെ 91 എഴുതി കാണിച്ചതൊന്നും അങ്ങ് മാറി. പക്ഷേ ഞാൻ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അടുത്ത ദിവസമാണ്. അന്ന് എന്തായാലും ഈ ഈ രൂപം ശരീരത്തിൽ നിന്ന് വിട്ടുമാറുമ്പോഴേക്കും ഞാൻ കണ്ണു തുറന്ന് എന്റെ ശരീരത്തിലൂടെ ബ്ലഡ് ഓടുന്നതായിട്ടും യഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, 57-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അസ്ഥികൂടങ്ങൾക്ക് മാംസം വന്നുകൂടി നാഡീ ഞരമ്പുകൾ എല്ലാം വന്നതുപോലെ ഒരു അനുഭവം എന്റെ ശരീരത്തിൽ അനുഭവിച്ചു. ഞാൻ അത് ഓടയിൽ കൂടി വെള്ളം തേജത്തോടെ ഉത്സാഹത്തോടെ ഒഴുകും പോലെയാണ് എന്റെ ശരീരത്തിൽ കൈകാലുകളിലൂടെ ബ്ലഡ് ഒഴുകുന്നത്. അങ്ങനെ ആ ഒരു അനുഭവത്തിലോട്ട് ഞാൻ കടന്നു വന്നത്. എന്തായാലും ജീവിക്കണം, മരിക്കണം എന്നുള്ള ആ ഡയറി മാറ്റി എഴുതി. ആ കാരണം എന്താണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. ഞാൻ രാവിലെ വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു. ആ മരുഭൂമിയിൽ മലയുടെ താഴ്വാരം വന്നപ്പോഴേക്കും ഒരു ഒരു കമ്പി വേലി കണ്ടു. ഈ കമ്പി വേലി കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഇവിടെ എവിടെയോ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്, ഇതിനൊരു ഗേറ്റ് ഉണ്ടാവും. അതിന് ലക്ഷ്യം വെച്ച് നടന്നപ്പോഴേക്കും ഒരു ഗേറ്റ് കണ്ടു. ആ ഗേറ്റിന് അടുത്ത് 2 കൊറിയക്കാർ നിൽക്കുന്നുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, എനി ജോബ്? അന്ന് അതേ പറയാൻ തോന്നി. അവര് അകത്തോട്ട് കൈ കാണിച്ചു തന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും 3000 പേർക്ക് താമസിക്കുവാനുള്ള ടെന്റുകളും, ടെന്റിൽ 50 പേര് വെച്ച് 3000 പേർക്ക് താമസിക്കുവാനുള്ള ടെന്റുകൾ പണിതിട്ടൊക്കെയാണ്. ഓരോ ടെന്റിൻ അടുത്ത് ചെല്ലുമ്പോഴേക്കും ലോക്കായി കിടക്കുന്നു. ഒരു ടെന്റ് ഓപ്പൺ ആണ്, ലോക്കല്ല. അത് അടഞ്ഞു തന്നെ ഇരിക്കുന്നു. അത് തുറന്ന് അകത്തേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിൽ വിളിച്ചു പറയുന്നു, എന്റെ അകത്തോട്ട് കടന്നു വരരുത്. മലയാളത്തിൽ ആ സംസാരം കേട്ടപ്പോഴേക്കും വാസ്തവത്തിൽ അറബിയോ മറ്റു ഭാഷകളോ എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത, അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിൽ ഈ മലയാളം കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഒരാളിനോട് എനിക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ഓടി അടുത്ത് ചെന്നപ്പോഴേക്കും ഒരു അജാനബാഹുവായ മനുഷ്യൻ ആ ചൂടുള്ള സമയത്ത് പോലും, ഇത്രയും ചൂടായിരിക്കുന്ന സമയത്ത് കമ്പിളി പുതച്ച് കിടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് എന്തോ മാരകമായ അസുഖമാണ്.
അദ്ദേഹം കണ്ട ഉടനെ ഉടനെ ചോദിച്ചു എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നുമില്ല. അദ്ദേഹം 10 റിയാൽ എനിക്ക് പെട്ടെന്ന് എടുത്ത് തന്നിട്ട് അതിനകത്തൊരു സ്റ്റോർ ഉണ്ട്, അവിടെ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു. അകത്ത് പോയി ഞാൻ ആപ്പിൾ, മുന്തിരി, അങ്ങനെയുള്ള ബിസ്ക്കറ്റ് എല്ലാമായിട്ട് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുമ്പോൾ അദ്ദേഹം ഭക്ഷിച്ച് തീരുന്നതിന് മുമ്പേ ഒരു പാത്രത്തിലിരുന്ന് ഇതിനു മുമ്പേ അദ്ദേഹത്തിന്റെ ആ, നീ എന്താ നിങ്ങൾ കമ്പിളി ഉയർത്തി തേക്കുന്ന ഇതെന്ന് ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, നീ കമ്പിളി മാറ്റരുത്, നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അച്ഛൻ എന്നോട് ഇദ്ദേഹത്തിന്റെ കമ്പിളി മാറ്റിയപ്പോഴേക്കും മാറ്റം വമിപ്പിക്കാവുന്ന വസൂരി എന്ന് പറയുന്ന വളരെ മാരകമായ ഒരു അസുഖം പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു നൂറ്റാണ്ടിന്റെ അസുഖമാണ്. ഈ ഒരു നൂറ്റാണ്ട് കാലത്തിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. ഈ അസുഖം വന്നാൽ സാധാരണ ആളുകൾ പായിൽ ചുരുട്ടിയിട്ട് ആ, നമ്മുടെ സിറ്റിയിലുള്ള VTP പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങ് കൊണ്ടുവന്ന് അസുഖം വന്നാൽ ഉടനെ കൊണ്ടുവന്ന് എറിയുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു. അത് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രോഗം വന്നവരെ ചികിത്സിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നും അന്ന് കുഞ്ഞു കാളുകളിൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഈ അസുഖമായിരുന്നു. വാസ്തവത്തിൽ നാറ്റം കൊണ്ട് അടുക്കാൻ വയ്യ. എങ്കിലും ഞങ്ങൾ വിശപ്പ് കൊണ്ട് സഹിക്കാനും വയ്യ. ഞാനും 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്, അദ്ദേഹവും 2 ദിവസമായി. അദ്ദേഹം 2 ദിവസമായി ഈ അസുഖം വന്നതോടെ മറ്റുള്ളവരെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവനായിട്ടാണ് അദ്ദേഹം 2 ദിവസം കൊണ്ട് ആ ടെന്റിലുണ്ടായിരുന്ന മറ്റ് 52 പേരും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അത് കാരണം ഈ അസുഖം വന്നാൽ അത്ര വലിയ നാറ്റവും വലിയ വ്രണങ്ങളാണ് ശരീരം മുഴുവനും. അദ്ദേഹത്തിന് അങ്ങനെ ഞാൻ ഈ ആഹാരം കഴിച്ചു തീരുന്ന മുമ്പേ തന്നെ അദ്ദേഹം അദ്ദേഹം എന്റെ ചരിത്രം അന്ന് വരെ ഉള്ളതും ഒരു 16 കൊല്ലം ശേഷമുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ആദ്യമായി കാണുന്ന ഒരു വ്യക്തി, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാജിക് ഷോയും എല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പെട്ടെന്ന് ഇത് വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിലും എന്നെ ആദ്യമായിട്ട് മരുഭൂമിയിൽ കണ്ട ഒരു വ്യക്തി എന്റെ ചരിത്രം പറഞ്ഞപ്പോഴേക്കും, നീ വിശ്വാസിയല്ല, പക്ഷെ നീ അനേകരെ ഏഹ്, അനേക മിടുക്കന്മാരുടെ അടുത്ത് പോയി നീ ദൈവത്തെക്കുറിച്ച് പറയും എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല. ഇദ്ദേഹം ആഹാരം കഴിച്ച് തീർന്നപ്പോൾ എന്റെ ചരിത്രം പറഞ്ഞപ്പോൾ പക്ഷെ എന്റെ മനസ്സിന് വളരെ വ്യത്യാസം വന്നു. എന്തോ സത്യമുണ്ട്. അപ്പോ ഞാൻ ചോദിച്ചു, 91 സങ്കീർത്തനം എവിടെ, എന്താണ് അറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആ കിടക്കയിൽ നിന്ന് തലയുണ തലയണ ഇങ്ങോട്ട് അകറ്റി അതിന്റെ സ്റ്റിബ് വലിച്ചൂരി ഒരു ബൈബിള് വലിച്ചൂരി എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയുമാകും പറയുന്നു. തുടങ്ങി അടുത്ത് പറയുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികൾ കേൾക്കുന്നത് പേടിക്കുമ്പോൾ പറയുന്നതാണ്. പക്ഷെ വാസ്തവത്തിൽ എന്റെ ജീവിതത്തിലെ ഒരു ചലഞ്ചായിരുന്നത്, എന്റെ ജീവിതത്തിനെ മാറ്റിയതാണ്. ഓരോ വാക്കുകളും, നിന്റെ വശത്ത് 1000 പേർ വീണാലും നിന്റെ വലതുവശത്ത് 10,000 പേർ വീണാലും അവ ഒന്നും നിന്നോട് അടുക്കാതെ വെള്ളം കാത്തുകൊള്ളാമെന്നുള്ള വാക്തത്വം. ഹാലലൂയ, ദൈവത്തിന്റെ സ്തുതി. ഹാലലൂയ, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഇന്നലെ തൊട്ടവൻ വാസ്തവത്തിൽ ഈ ഭൂമി എല്ലാത്തിനെയും അടക്കി വാഴുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. എന്നല്ലാതെ ഞാൻ ഏറ്റു പറയുകയും ചെയ്തിരുന്നു അതിനു മുമ്പേ. ആരാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത്? അവന്റെ അടിമയായി കൊള്ളാമെന്ന്. അന്ന് മുതൽ ആ ഒരാഴ്ച അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം രോഗം ഭേദമായി. അദ്ദേഹത്തെ വെള്ളം കൊണ്ട്, തുണി കൊണ്ട് വ്രണങ്ങളെല്ലാം കഴുകി തുടച്ച് എടുത്തപ്പോഴേക്കും അദ്ദേഹം ആരോഗ്യവാനായി. അദ്ദേഹം ഓരോ ബൈബിളിന്റെ ഓരോ ഭാഗങ്ങളായി എന്നെ പഠിപ്പിച്ചു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എനിക്ക് ജോലി വാങ്ങി തന്നു. അദ്ദേഹം ജോലിക്ക് കയറി എനിക്ക് പിറന്നാളുകൾക്ക് ശേഷം എനിക്ക് കമ്പനിയിൽ ജോലി വാങ്ങി തന്നു. അവിടെ ഞാൻ അങ്ങനെ തുടരുമ്പോഴാണ് വളരെ പിന്നെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വച്ചു. പക്ഷേ എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്നോ ഒന്നും അറിയില്ല. വീണ്ടും നാളുകൾക്ക് ശേഷം ഒരുപാട് തിക്താനുഭവങ്ങൾ അവിടെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടായി. അതൊന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞ് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ട് നാട്ടിലേക്ക് 98-ൽ തിരിച്ചു വന്നു.
തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം ഞാൻ നിശ്ചയിച്ചു, എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലും പിന്നീടാണ് വിവാഹത്തെക്കുറിച്ച് ഒക്കെ അങ്ങനെ ചിന്തിച്ച് വീട്ടിൽ പറഞ്ഞു. അന്ന് ഏജൊക്കെ വളരെ കടന്നുപോയി. അപ്പോഴേക്കും പറഞ്ഞു വിവാഹം ആലോചിച്ചു തുടങ്ങി. വിവാഹം ആലോചിച്ചപ്പം നിരീശ്വരവാദി അടക്കമുള്ള സഹോദരങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുവാനും ആ, റേഷൻ കാർഡ് വരെ വെട്ടിമാറ്റി മറ്റൊരു തലത്തിലേക്ക് അതിൽ ആ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് പറയുകയും, ഈ നിരീശ്വരവാദിയെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരൊരു സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്. ആ, എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സ്കർട്ട് വലിക്കില്ല, ലഹരികളൊന്നും ഉപയോഗിക്കില്ല, നല്ല തത്വശാസ്ത്രങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ്. പക്ഷേ അദ്ദേഹം എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങി. പിന്നെ വലിയ VIP കളായിട്ടുള്ള ബന്ധുക്കളുമായിട്ടുള്ള ഫംഗ്ഷനുകൾ വരുമ്പോൾ അവിടെയെല്ലാം നിന്നിട്ട് പരസ്യമായി ആക്ഷേപിക്കും. അപ്പോൾ ആക്ഷേപിക്കുന്നതിൽ പലപ്പോഴും എനിക്ക് ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഭാര്യ ആഭരണം ഇടില്ല, പല വേദികളിലും ഞങ്ങളെ ഏറ്റാതായി. അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായ നിരാശയുണ്ടായി. ഞാൻ അങ്ങനെ ഒരു വേദിയിൽ, ഒരു കല്യാണ വേദിയിൽ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ബന്ധുക്കളും ഇങ്ങനെ നിൽക്കുമ്പോൾ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, വേണ്ട ഭ്രാന്തനെ പോലെ നടക്കണം ബന്ധുക്കോസുകാരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഒരു അടുത്ത് എല്ലാവരും കേട്ട് നിന്നിട്ട് ഞാൻ ഇങ്ങനെ കേട്ട് 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 സഹിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ചേട്ടാ നീ അധ്യാപകനാണ്, സ്റ്റാൻഡേർഡ് ഇട്ട് നീ സംസാരിക്കണം. എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടനൊരു അധ്യാപകനല്ലേ, നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു കണക്ക് ഞാൻ അടുത്ത് ചോദിക്കാം, അതിന് ഉത്തരം നീ പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകുന്നു. അപ്പം എന്താ കണക്ക്? ഒരു കുളക്കരയിൽ കുറേ താറാവുണ്ട്, അതിൽ 50 താറാവ്. ആ 50 താറാവിൽ 2 താറാവ് കുളത്തിലേക്ക് ചാടി. കുളക്കരയിൽ എത്ര താറാവുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു അധ്യാപകൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത, പിള്ളേർ ബഹളം നിർത്താൻ വേണ്ടി പറഞ്ഞു കൊടുത്ത കണക്കാണ്. അപ്പോ ഈ ഉത്തരം പറയുന്നു പറഞ്ഞു. അപ്പം ഈ പറഞ്ഞു കൊടുത്ത അധ്യാപകർ പറഞ്ഞു കൊടുത്ത കുട്ടികളെല്ലാം പറഞ്ഞ് 48 48 48 എന്ന് പറഞ്ഞു. ഒരു ഒരു മണ്ട ഇരുന്നോണ്ട് പറഞ്ഞു 0 എന്ന് പറഞ്ഞു. അധ്യാപകൻ പിടിച്ചിട്ട് ഈ കുട്ടിയെ 2 അടി അങ്ങ് അടിച്ചു കൊടുത്തു. ഇത്രയും പിള്ളേര് പറഞ്ഞ് 48 എന്ന്. നിനക്ക് എവിടെ നിന്ന് ഈ 0 വന്നു? അടി കൊടുത്തിട്ട് ചെന്നിട്ടിടാന്ന് പറഞ്ഞു. ചെന്നിരുന്നു. അധ്യാപകന് പിന്നെ ഒരു ബോധം വന്നു, എങ്ങനെ, എന്ത് അവൻ അങ്ങനെ പറഞ്ഞു. പലപ്പോഴും മാനസാന്തരത്തിന് ഇടവരുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ അധ്യാപകൻ അവനെ വീണ്ടും വിളിച്ചിട്ട് മേശപ്പുറത്ത് ചെന്നിട്ട് മേശയോട് അടുത്ത് വെച്ച് ചെവി അടുത്ത് വെച്ചിട്ട് ചോദിച്ചു, നീ മാത്രം ഇങ്ങനെ പറഞ്ഞത് എന്തടാ? അപ്പോ അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞു, സാറേ എന്റെ അച്ഛൻ താറാവ് വളർത്തുന്ന ആളാണ്. ഒരു താറാവ് കുളത്തിലേക്ക് വീണാൽ മറ്റൊരു താറാവും അവിടെ ഇരിക്കില്ല. അപ്പോ ഞാൻ പറഞ്ഞ, ചേട്ടാ ജീവിതം അതാണ്. ഞാൻ ഞാൻ അതറിഞ്ഞു. ഞാൻ അറിഞ്ഞു ഒരു ദൈവമുണ്ടെന്നും നീ പറയുന്ന ന്യൂട്ടന്റെ തിയറിയും ആ ഡാർവിന്റെ തിയറിയും എല്ലാം ഞാനും പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഡാർവിന്റെ അവസാനം എന്തായിരുന്നു? ഡാർവിന്റെ അവസാനത്തെ ഒരാഴ്ച നീ മഹചരിതമാല ചെന്ന് വായിച്ചു നോക്ക്. അവസാനത്തെ ഒരാഴ്ച കണ്ണ് കണ്ടോടായിരുന്നു. അന്ന് അദ്ദേഹം മഹചരിതമാലയിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി, അതുപോലെ നിനക്കും തെറ്റ് വരാതിരിക്കാൻ എന്നെ അനുസരിക്കുന്നു പറഞ്ഞു. അവിടെ നിന്ന ബുദ്ധിമാന്മാരെല്ലാം ഒന്ന് ചൂളി. അതുപോലെ ഞാൻ ഇങ്ങനെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഡോസുകൾ കൊടുക്കും. ഇപ്പോഴൊക്കെ അനിയന്മാര് ഞങ്ങൾ 6 പേരാണ്. ആ 6 ആണുങ്ങളും ഒരു പെണ്ണുമാണ്. അപ്പൊ സഹോദരന്മാരെല്ലാം നല്ല സ്റ്റാൻഡേർഡ് പൊസിഷനിലും നല്ല ജോലികളിലും ഒക്കെയാണ്. അവരെല്ലാം എന്നാലും ക്രിസ്തീയ ചായ്വുകളിലോട്ട് വന്നിട്ടുണ്ട്. ഈ ചേഷ്ട മാത്രം, ഒരാൾ മാത്രം മാറാതെ നിൽക്കുകയാണ്. അതങ്ങനെ ഇരുന്നോട്ടെ. ഇനിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവ് ഇപ്പോൾ സമൃദ്ധിയായിട്ട് നടത്തുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഡെയിലി വേസായിട്ട് ഇവിടെ RCC ഉണ്ടായിരുന്നു ജോലി. ആ ജോലി ഇപ്പം കഴിഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. വൈഫ് RCC തന്നെ ജോലി ചെയ്യുന്നു. ആ വൈഫും ഇതുപോലെ ഹിന്ദു 10 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് വന്ന് ഒരാൾ മാത്രം കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവത്തോട് ചോദിച്ച് ദൈവത്തോട് ഉള്ള അനുഭവത്തിൽ നിലനിൽക്കുന്നു. വലിയ വൻ കാര്യങ്ങൾ ദൈവം അവളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങള് കുഞ്ഞുങ്ങളില്ല എങ്കിലും
ഞങ്ങൾക്ക് എന്ത് അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. കുഞ്ഞുങ്ങളുണ്ടായിട്ട് വളരുമെന്ന് വേദനിക്കുന്ന വേദനകൾ, ഓരോ അനുഭവങ്ങൾ, കുഞ്ഞുങ്ങളെ നേരെ നടത്താൻ വയ്യാതെ പുറത്തോട്ട് അവരിറങ്ങുമ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്കിന്ന് എവിടെ ആര് ഏത് രാത്രി വിളിച്ചാലും ഓടിയെത്താൻ കഴിയുന്ന ഒരു ഒരു സന്ദർഭമുണ്ട്. കോവിഡൊക്കെ ബാധിച്ച സമയത്ത് ഞങ്ങൾ അനേകരുടെ വീട്ടിൽ RCCയുടെ ഒരു ബാനർ, ഒരു ഒരു പതാക ഉണ്ട്. അത് ഞങ്ങൾ ഇട്ടുകൊണ്ട് വളരെയധികം സ്ഥലങ്ങളിൽ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളിത് ഈ വണ്ടിയിലിരുന്ന് ഞങ്ങൾ പാസ്റ്റും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പം ബേക്കറി ജംഗ്ഷനിൽ ഒരു റോയ് ഹെൻറി എന്ന് പറയുന്ന പാസ്റ്ററുടെ സഭയിലാണ് നിലനിൽക്കുന്നത്. അവിടെ അങ്ങനെ നിലനിൽക്കുന്നു. ഞാൻ പണ്ട് കാലങ്ങളിൽ ഒന്ന് രണ്ട് തിക്ത അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യാനി പെണ്ണിനെ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതുമായിട്ട് പല ബ്രോക്കർമാരെയൊക്കെ കണ്ടു, ഇങ്ങനെ സംസാരിച്ചു. ഒരു വീട്ടിൽ പോയപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായ ഒരു ദുഃഖം സീനുണ്ടായി. കാരണം അത് ഇന്ന് വളരെ സന്തോഷിക്കുന്നതിൽ അങ്ങനെ ഒരു സീന് നമുക്കുണ്ടായല്ലോ. ഒരാള് ഒരു കല്യാണ വീട്ടിൽ പെണ്ണ് കണ്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോ പെണ്ണിന്റെ വലിയച്ഛൻ ചോദിക്കുകയാണ്, ബ്രോക്കറെ വിളിച്ചിട്ട് പുറത്തു കൊണ്ടുപോയി വെളിയിലോട്ട് കൊണ്ടുപോയിട്ട്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഈ മനുഷ്യനെ നീ എവിടെ നിന്ന് കൊണ്ടുവന്നു? മാടുവെട്ടുകാരന് കൊടുത്താൽ ഇവന്റെ കൂടെ ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കഴുത്തേക്ക് കയറി പിടിച്ചു. നീ വിളിച്ചോണ്ട് പെട്ടെന്ന് പൊക്കോണമെന്ന് പറഞ്ഞു. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അതേ എന്താന്ന് ചോദിച്ചു. ഇവനെ നിനക്കറിയില്ല. പിന്നീടാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്, അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. കുട്ടിയുടെ വലിയച്ഛൻ ഒരു പാസ്റ്ററായിരുന്നു. ആ പാസ്റ്റർ ഒരു സ്റ്റേജിൽ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് ചേർന്ന് എന്തോടോ അന്യഭാഷ എന്തെന്ന് എനിക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ മൈക്ക് പിടിച്ച് വാങ്ങിച്ചു. അങ്ങനെ ബഹളം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. ഞാൻ വാസ്തവത്തിൽ ഇദ്ദേഹത്തെ അപ്പൊ മനസ്സിലാക്കിയില്ല. അങ്ങനെ അദ്ദേഹത്തോട് പറയുകയും ആ പ്രൊപ്പോസല്, പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ വ്യക്തി പറയുന്നു ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ മതി എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിന്ത വന്നു. എന്തായാലും അത് സ്ലിപ്പായി പോയി. ഈ അടുത്ത കാലത്ത് ഞാൻ പിന്നെ അദ്ദേഹത്തെ തെരഞ്ഞുപോയി. കാരണം അദ്ദേഹത്തിന്റെ മൈക്ക് ഞാൻ ഒരിക്കൽ പിടിച്ചു വാങ്ങിച്ചു. അന്ന് തെറ്റായി പോയി എന്ന് പറയുവാൻ അദ്ദേഹം ശ്രീധരൻ പാസ്റ്റർ എന്ന് പറയും, വട്ടപ്പാറ ഇന്ന് ഒരു ചർച്ചൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ 3 ആൺമക്കളും ശുശ്രൂഷയിലാണ്. ഓരോരോ ചർച്ചകളിട്ട് ഇവരെല്ലാം ശുശ്രൂഷയിലായും. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളുടെ ചർച്ചിലും ഒക്കെ ഞാനും വൈഫുമായി പോയി സാക്ഷി പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വട്ടപ്പാറയിൽ പോയി അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു, ക്ഷമിക്കണം, അന്ന് അറിവില്ലായ്മ കാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കെതിരെയും ഞാൻ ദ്രോഹം ചെയ്തു. എന്നെ തിരിച്ചു പിടിച്ചിട്ട് അനുഗ്രഹിച്ചു പറഞ്ഞു, തെറ്റ് എന്റെ കയ്യിലും പറ്റിപ്പോയി. പക്ഷെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. മയക്ക് പിടിച്ച് വാങ്ങിച്ചെറിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് 90 വയസ്സുണ്ട്. ശ്രീധരൻ പാസ്റ്റർ എന്ന് പറയും, പറയിലാണ് അദ്ദേഹം. നല്ല ശുശ്രൂഷയിലാണ്, നല്ല ആത്മീയനായി നിൽക്കുന്നു. എന്നോട് വേണമെങ്കിൽ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്താനൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ. അങ്ങനെ ഞാൻ ആ ഭാഗം അത് ഏറ്റെടുത്തില്ല. അങ്ങനെ പല പ്രപ്പോസലുകളും ഇങ്ങനെ നോക്കി വരുമ്പോൾ അങ്ങനെയാണ് ഇന്ന് എൻ്റെ വൈഫായിരിക്കുന്ന ലളിതയുമായി ഒരു വിവാഹാലോചന നടക്കുന്നതും അവളും ഒറ്റയ്ക്ക് ദൈവത്തെ അറിഞ്ഞു. നല്ല കാലത്ത് അപ്പം ഈ ക്യാൻസർ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്യാൻസർ വന്ന് യൂട്രസ് റിമൂവ് ചെയ്തു. അങ്ങനെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഏജ് ഓവറായി. അപ്പം അവൾ 40 വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോ അന്ന് കല്യാണം കഴിക്കുമ്പോൾ അവള് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയും, കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി അതിനുശേഷം ഫിറ്റ്സ് വരുമായിരുന്നു. മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒത്തിരി രോഗങ്ങൾ കാരണം ഡോക്ടർമാര് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇയാള് കല്യാണം കഴിക്കാൻ യോഗ്യനല്ല, കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല
ഏഹ്, ഏഹ്, ജീവിതത്തിൽ മുഴുവനും മരുന്ന് കൊണ്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ ഞാന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഈ ഇവര് ഇങ്ങനെ ഒരു ആള് ഇങ്ങനെ ഉണ്ടെന്ന് ഒരു ബന്ധു കൂടി ആയിരുന്നു ഈ വൈഫ്. അപ്പം ആ ബന്ധുക്കൾ വഴിയാണ് ഈ പ്രപ്പോസൽ വന്നത്. ഇപ്പോ അങ്ങനെ വന്നു. അവൾ ഇങ്ങനെ ഒരു വ്യത്യസ്തനായ ഒരു പുരുഷൻ പറയുന്നു ഇങ്ങനെ ഏറ്റെടുക്കാം എന്ന് പറയുമ്പോൾ എന്റെ സാക്ഷ്യവും കുറെ കേട്ടപ്പോഴേക്കും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ബന്ധുക്കൾ എല്ലാവരുമായി ഇടപെടുത്തി. അങ്ങനെ ആ കല്യാണം ആ, ആ, 98 നടന്നു. അങ്ങനെ ഞങ്ങളിന്ന് സന്തോഷമായിട്ട് ആ ജീവിതം നടത്തുകയാണ്. അതില് ആ, കർത്താവ് ഇന്നും വളരെ ശ്രേഷ്ഠമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്നതിന് ശേഷം ഞാന് രണ്ടാ ഏഹ് ആ കല്യാണത്തിന് വരും മുമ്പേ തന്നെ ഞങ്ങള് വളരെ ഈ കുറെ ഞാൻ അലഞ്ഞു തിരിയേണ്ടി വന്നു. കാരണം വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നുള്ള വ്യക്തിയിൽ അറബി നാട്ടിൽ പോയപ്പോഴും അവൻ പറയും ഐവാൻ എന്ന് പറയും. കാരണം മുസ്ലിം അല്ലാത്തവരെല്ലാം ഐവാനാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഐവാൻ എന്ന് പറഞ്ഞ കഴുത, മനുഷ്യനല്ല മൃഗമാണെന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. പിന്നെ ഹിന്ദുക്കൾക്ക് വേറെ രീതി, അതായത് പത്താക്ക, അവിടുത്തെ ഏഹ്, അവിടുത്തെ പ്രത്യേകിച്ച് തരുന്ന പത്താക്ക വേറെയാണ്. കാർഡ് പച്ച, ഹിന്ദുക്കൾക്ക് ചുവപ്പും അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർക്ക് ചുവപ്പും മുസ്ലിങ്ങൾക്ക് പച്ചയുമാണ്. ഈ പച്ച കാർഡ് കൊണ്ടുപോയാൽ മാത്രമേ എവിടെയും ജോലി ലഭിക്കൂ. അങ്ങനെ ഒരു പ്രാകൃതമായ ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ പെട്ടത്. ഇപ്പോഴെങ്ങനെയെന്ന് അറിയില്ല. 10-30 കൊല്ലത്തിന് മുമ്പെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ അങ്ങനെ ഏഹ്, ഈ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. വളരെ നീചമായിട്ടുള്ള ഒരു മനുഷ്യനല്ലാത്ത രൂപത്തിൽ ഞാൻ ആകപ്പെട്ടു. ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഒത്തിരി നടക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ദൈവത്തെ അന്ന് കണ്ടു പറഞ്ഞു എങ്കിലും എന്നെ പല സഭകളിലും ഞാൻ കയറി പോകും. എവിടെ പ്രാർത്ഥന കേട്ടാലും അവിടെയൊക്കെ ഓടുമായിരുന്നു. അങ്ങനെ എന്താണ് ദൈവത്തെ അറിയാൻ കൂടുതൽ കൂടുതൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അങ്ങോട്ട് കൂടുതൽ അടുപ്പിക്കുന്നില്ല. കാരണം ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ആ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു വ്യക്തികൾ ഇന്ന് മനസ്സിന് വളരെ പ്രയാസമുണ്ട്. ഒറ്റയ്ക്ക് ഈ ഭ്രാന്ത് ഓടിച്ച് കിടക്കുന്നവരും അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അവർക്ക് വലിയൊരു ജീവിതമുണ്ട്. ഒരു മനുഷ്യൻ ഭ്രാന്തനാവണമെങ്കിൽ അവൻ അത്രയും നിഷ്കളങ്കനായിരിക്കണം. ഹാർഡായിട്ടുള്ള ഒരു മനുഷ്യന് ഭ്രാന്തനാവാൻ പറ്റൂല. അപ്പൊ ഭ്രാന്തനാവണമെങ്കിൽ അവൻ എവിടെയോ വഞ്ചിക്കപ്പെട്ടവനാണ്. ആരോ അല്ലെങ്കിൽ അല്ല ലഹരി ഉപയോഗിച്ച് അല്ലാതാവാം. മനസ്സ് വേർപെട്ടു പോകും. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യൻ ഭ്രാന്തനാവണമെങ്കിൽ അവന് തക്കതായ കാരണം എന്ന് പറയുന്നത് അവൻ അവൻ സിൻസിയർ ആണ്. അവൻ അല്ലെങ്കിൽ അവൻ നിഷ്കളങ്കനാണ്. അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ അവസ്ഥകളിലൂടെ പോയപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. എന്റെ കുടുംബത്തില് ഓരോരുത്തർക്കും ഒരു ഭ്രാന്തിന്റെ പിടിച്ചവന്റെ അനുഭവത്തിൽ വെറുക്കപ്പെട്ടപ്പോൾ ഞാൻ അവരെ അതിലേറെ വെറുത്തു. പക്ഷേ പിൻകാലങ്ങളിൽ ദൈവം ദൈവമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ എനിക്ക് ഇവരെ നേടണം. നമുക്ക് യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധത്തിന്റെ പടയാളികളാണ് നമ്മൾ. നമ്മൾ ഓരോരുത്തരും ചെയ്യണമെങ്കിൽ അവന്റെ യുദ്ധ തന്ത്രങ്ങളെ അറിയണം. യുദ്ധം അവന്റെ ശത്രുവായവന്റെ അവന്റെ നീക്കങ്ങളെ മനസ്സിലാക്കുവാൻ കേൾക്കണം, അറിയണം, ചിന്തിക്കണം. അവന്റെ ഓരോ തന്ത്രങ്ങളും ഭോഷ്കിന്റെ അപ്പനാണ് അവൻ. അവൻ നമ്മളെ പല രീതിയിലും പറ്റിച്ച് നമ്മളില് നമ്മളെ കൂടെ നിൽക്കുന്നവരെ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, കൂടെ നിൽക്കുന്നവരെ തെറ്റിക്കും. നമ്മളുടെ വിശ്വാസത്തിൽ ഒന്ന് ഉറച്ചു കയറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ അവൻ ശത്രുവായവൻ കൂടെ നിൽക്കുന്നവർ, എന്നോട് സ്നേഹം കാണിക്കുന്നവരെ ഞാൻ മുന്നേറുന്നു എന്ന് കാണുമ്പോൾ എന്റെ അവിടെ പക്ഷത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരു നിവൃത്തിയില്ലെങ്കിൽ ഭാര്യയെ തന്നെ ഉപയോഗിക്കും. അങ്ങനെ അത്ര തന്ത്രശാലിയാണ്. അപ്പൊ അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ഒരു പാഠവം ആത്മീയ ജീവിതത്തിൽ പ്രാപിച്ച് നമുക്ക് എടുക്കണം. ആ രീതിയിലോട്ട് ആത്മീയമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇന്ന് തന്ത്രപ്പാടോടെ പഠിപ്പിക്കുവാനായിട്ടാണ് ഈ എൻ്റെ ആ ഒരു അനുഭവം എന്നെ മാറ്റിയത്. കാരണം എന്താ പറയുക, ഒറ്റപ്പെടലുകൾ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒറ്റപ്പെടപ്പെടും. ഞാൻ ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്ന് വലിയൊരു അഹങ്കാരിയായിട്ട് വീണ്ടും ജീവിക്കുമായിരുന്നു. എന്ത് ചെയ്താലും അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് പിന്നെ ആരും ആശ്രയിപ്പാനില്ലാതെ വന്നപ്പോൾ വീണ്ടും ഞാൻ മദ്യപാനത്തിലോട്ടും ലഹരികൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 2000-ലൊക്കെ ഞാൻ 2000 തൊട്ട് മുമ്പേ
ഞാൻ ഈ ദൈവത്തെ അറിയുവാൻ വേറൊരു മുഖാന്തരം, ശരിക്കും പറഞ്ഞാൽ സ്നാനപ്പെടുന്ന ഒരു തലത്തിലോട്ട് ഞാൻ എത്തിയത് നെടുമങ്ങാട് വഴിയൊക്കെ ഞാൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് രാത്രി ഇങ്ങനെ നടക്കും. എൻ്റെ ഒരു ചിറ്റപ്പൻ ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ടാക്സി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അദ്ദേഹം ഒരു ദിവസം നില്ലടാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വണ്ടി കയറെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നീ എന്തിങ്ങനെ നടക്കുന്നത്? ഏ, അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ്. അപ്പം ഇദ്ദേഹത്തിന് എന്നെ എവിടെ വെച്ച് പല ദിവസം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ആ, വെള്ളനാടിനടുത്തുള്ള ഒരു പൂവക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. എൻ്റെ മനസ്സിൽ അവിടെ പോയി മദ്യപിച്ചിട്ട് അവിടെ ഒരു പാലമുണ്ട്, സൂയിസൈഡ് പോയിന്റ് ആണത്. അവിടെ നിന്ന് ചാടി ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അതെന്റെ മൈൻഡിൽ കിടക്കണം. ഇനി ഇവിടെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് ചാടി ചാവാൻ വേണ്ടി ഞാൻ പോക്കാണ്. അവിടെ ഒരു പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരും വരാത്തൊരു സമയം. രാത്രിയിൽ ഇങ്ങനെ പെട്ടെന്ന് പാലത്തിന്റെ ഇപ്പുറത്തെത്തിയപ്പോൾ തന്നെ ഒരു ലൈറ്റ് കണ്ടു, കാറ് വരുന്ന ലൈറ്റ് കണ്ടു. ഇദ്ദേഹം ആണെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ മറയാൻ ശ്രമിച്ചു. മറയാൻ ശ്രമിച്ചിട്ട് നിവർത്തിയില്ല. അദ്ദേഹം മുമ്പേ കൊണ്ടുവന്ന് വണ്ടി ചവിട്ടി ചേർത്തിട്ട് കയറാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി. ഞാൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം നേരെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നോടൊന്നും സംസാരിച്ചില്ല. ഭാര്യയോട് എന്തൊക്കെ ഒരു രഹസ്യമായിട്ട് പറഞ്ഞു. അവര് കുഞ്ഞമ്മ വന്നിട്ട് എനിക്ക് ആഹാരമെല്ലാം തന്ന് ഒന്നും എന്നോട് ചോദിച്ചില്ല. ഓൻ ചെന്ന് കിടന്ന് അവിടെ ഒന്ന് നടന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു മുറി കാണിച്ചു തന്നു. ഒറ്റ നടന്ന് സുഖമായി ഉറങ്ങി. രാവിലെ എഴുച്ചു വന്നപ്പം, എന്താ നീ ഇങ്ങനെ, നിന്നെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ കുറിച്ച് ആർക്ക് ബോധമുണ്ട്? ഉണ്ട്, ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവം നിന്നെ കുറിച്ച് വേദനിക്കുന്നു. അല്ലെങ്കിൽ കൊച്ചിച്ചൻ നിന്നെ ഇന്നലെ കാണൂല. അവിടെ മുതൽ ഇവര് എന്നെ കൂടുതൽ പഴയ കാര്യങ്ങൾ, സങ്കീർത്തനം 91 തുടങ്ങിയത് എന്നെ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അവരെ വീട്ടിൽ എന്നെ പുറത്ത് വിട്ടില്ല. അവര് പറഞ്ഞ്, ഇരുന്ന് പായിക്ക്, നീ സ്വസ്ഥമായി സമാധാനിക്ക്. സമാധാനമുള്ള സ്ഥലത്ത് മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. നീ ഇപ്പൊ കലങ്ങിപ്പോയി. ഇതൊക്കെ പറയുമ്പോഴേക്ക് എന്റെ കണ്ണുനീര് നിൽക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ഒരു കുഞ്ഞു പുഴുവിനെ പോലും കൊല്ലാൻ, ഉറുമ്പിനെ പോലും എനിക്ക് കൊല്ലാൻ കഴിയില്ല എന്റെ ഉള്ളുകൊണ്ട്. പക്ഷെ ഇവരിങ്ങനെ പറയുമ്പോഴേക്കും എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ സമൂഹത്തോടുള്ള അറപ്പും വെറുപ്പും ഇങ്ങനെ ഒഴുകി ഒഴുകി അങ്ങ് മാറി. കർത്താവായ യേശു ക്രിസ്തു ശരിക്ക് പറഞ്ഞ എന്നോട് സംസാരിക്കുന്ന അനുഭവങ്ങളിലോട്ട് വന്നു. കൊച്ചുനാളുകളിലും കർത്താവിനെ കണ്ടത് എന്നോട് ഈ സമാധാനം പറയുമ്പോഴൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വാസ്തവത്തിൽ ദാവീദിനെ ഞാൻ ആലോചിച്ചിട്ട് പോയി. ആർക്കും വേണ്ടായിരുന്നു. അങ്ങനെ ആടിന് മേയ്ക്കാൻ വേണ്ടി ഈശായിക്കുള്ള മറ്റു മക്കളെക്കാളും ഒരു കഴിവുമുള്ളവനല്ല. അവൻ പോയി ആട് മേയ്ക്കാൻ. ആ ആട്ട് മേയ്ക്കുന്നിടത്ത് നിന്ന് ഒറ്റയ്ക്ക് കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കാൻ നിലനിർത്തി. അതുപോലെ നമുക്കും നമ്മുടെ താലന്തുകൾ ഇനി ഉപയോഗിക്കേണ്ടതിന് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും താഴ്ത്തിക്കൊടുത്തപ്പോഴേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഒരു ചെറിയ ചർച്ച് പോലെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ അന്ന് 12 പേര് സ്നാനപ്പെട്ടതിൽ ആദ്യം ഞാനായിരുന്നു സ്നാനപ്പെട്ടത്. അപ്പൊ മാറാനാഥ സഭയുടെ ആ, 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 ഇവിടെ ലെനിൻ നഗറിൽ തന്നെ അവരുടെ ഒരു ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയല്ല, വാസ്തവത്തിൽ നെടുമങ്ങാടാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. അവിടെ ഒരു കരമന ആറ്റില് പോയാണ് സ്നാനപ്പെട്ടത്. അന്ന് അതൊക്കെ എനിക്ക് ഭയങ്കരമായ ജീവിതത്തിന് വ്യത്യാസം വരുത്തി. ഇതെല്ലാം എൻ്റെ വീട്ടുകാർക്ക് കൂടുതൽ കൂടുതൽ വെറുപ്പിലോട്ട് വീണ്ടും വീണ്ടും ആയി. അങ്ങനെ ആ ജീവിതം പിന്നെ അത് അതിനുശേഷമാണ് ഞാൻ ഈ കല്യാണ പ്രോഗ്രാമിലേക്കൊക്കെ ഇതിലോട്ട് വന്നത്. കല്യാണവും കഴിഞ്ഞ് പിന്നെ ഇപ്പം വളരെ നാളുകളായിട്ട് ലെനിൻ നഗറിൽ തന്നെ ഞങ്ങളുടെ കുടുംബ ക്ഷേത്രമുണ്ട്. ഈ പറഞ്ഞ ഭാഗത്ത് ലെനിൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആലുംകണ്ടം ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റപ്പനും ഒരു മാമനും കൂടെ പണിതതാണ്. ആ ക്ഷേത്രം ഇന്നും അവിടെ നിലനിൽപ്പുണ്ട്. വളരെയധികം പൂജകളും കർമ്മങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവർ പലരും എന്നെ ഇന്ന് വിളിച്ചിട്ട് ചോദിക്കും, നീ എന്താ ഇത്രയും നല്ലൊരു മാർഗം കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കണത്? ഞാൻ ഇന്ന് പറയും, നിന്റെ ദൈവമാര്, എന്റെ ദൈവമാര്. ഞാൻ ഒരു ദൈവത്തെ വിളിക്കുന്നു. ആ ദൈവം ശക്തനും ബലവാനുമാണ്.
നിന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കാം. നിന്റെ ദൈവം ആരാണ്? അവൻ പറയും രാമൻ എന്ന് പറയും. ഞാൻ പറയും രാമനെ ഞാൻ തൊഴാം, അംഗീകരിക്കാം. പക്ഷേ എന്റെ ദൈവത്തിന്, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ട ഏതെങ്കിലും ഒരു യോഗ്യത നിന്റെ ദൈവത്തിനുണ്ടെങ്കിൽ ഞാൻ നിന്റെ ദൈവത്തെ ആരാധിക്കാം. അപ്പോ രാമൻ എന്താ കുഴപ്പം? ലോകം മുഴുവനും ആരാധിക്കയില്ലേ? ഞാൻ പറഞ്ഞില്ല. രാമനുള്ള കുഴപ്പങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂ. RSSകാരൊക്കെ വന്ന് ഏറ്റുമുട്ടാറുണ്ട്. ഒന്ന് ചോദിക്കും. ഞാൻ പറയും എന്റെ ദൈവം രാമനെങ്കിൽ ഞാൻ പറയുന്ന യേശുവിനുള്ള ഏതൊരു യോഗ്യത അദ്ദേഹത്തിനുണ്ട്? ഒന്ന് പോയിന്റ് ഇട്ട് ഞാൻ ചോദിക്കും. രാമൻ ഒരു രാജാവാണ്. രാജാവായിരുന്ന പതിവ്രതയായ സീതയെ രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസന് നിമിഷ നേരം കൊണ്ട് ദേഹത്ത് പോലും തൊടാതെ മലയോടെ എടുത്തോണ്ട് പോകാൻ ഒരു പുഷ്പവിമാനത്തിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞു. സീതയെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഈ നിന്റെ ദൈവമായ ദൈവത്തിന് 12.5 കൊല്ലം കാട്ടിക്കടന്ന മാനും കുരങ്ങും എന്തിനാ അണ്ണാറക്കണ്ണനും വരെ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും വിളിച്ചു കൊണ്ടുപോയി 12.5 കൊല്ലം കഴിഞ്ഞാണ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത്. വിളിച്ചു കൊണ്ടുവന്നത് പോട്ടെ, അത് തിരിച്ചറിവിൽ ഞാൻ ഇന്നൊരു കഥാപുസ്തകം വായിച്ചാൽ പോലും ഇത്രയും കഴിവുള്ള ആ രാവണൻ രാക്ഷസനെങ്കിൽ അവനെയല്ലേ ആരാധിക്കേണ്ടത്? അവന് നിമിഷ നേരം കൊണ്ട് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ 12.5 കൊല്ലം ഇതേപോലെ കിടന്നു. അണ്ണാറക്കണ്ണന്റെ പുറത്തൂടെ ഒരു വരയുണ്ട് രാമായണത്തിലുണ്ട്. അതിങ്ങനെ വരച്ചു കൊടുത്തത് രാമനാ. ആ വെള്ള വര അത് രാമൻ സ്നേഹം കൊണ്ട് വരച്ചു കൊടുത്തതാ. അപ്പം അതുപോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അത്രയ്ക്ക് ഒരു കഴിവ് കെട്ട വ്യക്തിയായിട്ടല്ലേ അത് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇനി പോകട്ടെ, ആ പതിവ്രതയായ സീതയെ രാമൻ കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിൽ വന്നപ്പോ സൂതികർമ്മിണികൾ പറഞ്ഞു കൊടുത്തു അവൾ ഗർഭിണിയാണ്. കൊണ്ടുപോയി തലവെട്ടെന്ന് പറഞ്ഞിട്ട് വനത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അടിയാളന്മാരെ കൂട്ടി വിടുകയാണ്. വനത്തിൽ കൊണ്ടുപോയി തലവെട്ടിയിട്ട് വരാൻ. കൊണ്ടുപോയവർക്ക് ഒരു സഹതാപം തോന്നി. അവരവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാളിൽ ഓന്തിനെ കൊന്നിട്ട് അതിന്റെ രക്തം പുരട്ടി വാളിൽ തേച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു ദൈവം ബോധമില്ലേ? പതിവ്രതയായ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ഒരു ദൈവത്തിന് വിവേകമില്ലേ? ഇനി 22 കൊല്ലം കഴിഞ്ഞപ്പോൾ 2 യുവാക്കൾ വന്നു നിന്നുകൊണ്ട് കൊട്ടാരവാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് ഇറങ്ങി പാടാ രാമ, ഞങ്ങളോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കുക എന്ന് പറയുമ്പോ ആ ഒരു ദൈവത്തിന് വിവേകമില്ലേ? സ്വന്തം ചോരയിൽ പറഞ്ഞ 2 മക്കളാണ് വന്ന്, ലവനെന്നും കുശലനെന്നും പറയുന്ന 2 മക്കൾ വന്നിട്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കുമ്പോൾ തിരിച്ചറിവ്. ഒന്നാമത്തെ കാര്യം, ലോകം മുഴുവനും കീഴടക്കിയിരിക്കുന്ന പ്രപഞ്ച ശക്തികൾ, ഭൂമി, സൂര്യചന്ദ്ര നക്ഷത്ര കോട്ടാനുകോടികൾ അധിപനായിരിക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ ദൈവം പറയുന്നു ഇതെല്ലാം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിക്കുക മാത്രമല്ല, മാർഷ്യൻ തിയറി പറയുന്നു, കാറൽ മാർക്സ് പറയുന്നു പ്രപഞ്ചത്തിൽ ഒരു ശക്തിയും ചുമ്മാതെ നിൽക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ സോളാർ തന്നെ എത്രയോ ഉണ്ട്. ഈ സോളാറിലുള്ള എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിബഹുത്തായ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ഒരു രാജാവ്, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ഞാൻ വിചാരിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം. ആ ആരാധിക്കുന്ന ദൈവത്തിന് അതിന്റെ ഒരു 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 കഥയ്ക്ക് പോലും കൊള്ളാത്ത ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ ആരാധിക്കും? ഞാൻ ഇത്രയും ശക്തിയുള്ള ഒരു ദൈവത്തെ. ഭൂമി കറങ്ങുന്നത് അത് ഒന്ന് ആലോചിച്ച് നോക്ക്. സയൻസ് നീ പഠിച്ചിട്ടുള്ളവനല്ലേ? ആ പ്രപഞ്ചത്തിലെ ഒരു കല്ലെടുത്ത് മേലോട്ടിട്ടാൽ അത് കുറച്ച് കഴിയുമ്പോൾ തറയെ വന്ന് വീഴും. പ്രപഞ്ചത്തിൽ എങ്ങും തൊടാതെ ഒരു ഭൂമി, 1/3 വെള്ളം, ഭൂമിയിൽ തന്നെ 1/3 വെള്ളം. വെള്ളം നിശ്ചലമായി, പരപ്പ് എപ്പോഴും നമ്മൾ പഠിക്കുന്നതില്ലേ, തിയറിയല്ലേ, പരപ്പ് എപ്പോഴും ലെവലായിരിക്കും, ഈക്വലൈസ് ആയിരിക്കും. പക്ഷേ 1/3 വെള്ളം എങ്ങനെ റൗണ്ടായി നിൽക്കും? ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചല്ലോ. നമ്മൾ പഠിക്കുന്നതും അങ്ങനെയില്ലേ? അപ്പൊ ഈ വെള്ളത്തെ എങ്ങനെ ഉരുട്ടും? നമ്മുടെ സയൻസ് തെറ്റല്ലേ? വാട്ടർ ലെവൽ എപ്പോഴും ടോപ്പ് ഈക്വലൈസ് ആയിരിക്കും. അതിനല്ലേ മേസരിമാരായപ്പോലും അവര് വാട്ടർ ലെവൽ വെച്ചിട്ടാ ലെവൽ കണക്കാക്കണം. അപ്പം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭയങ്കരമായ ഒരു ശക്തി, ഭൂമിയിലുള്ള വെള്ളം അങ്ങ് പോകാതിരിക്കാനും ഈ എല്ലാം ആകർഷണം. സൂര്യനെ ചിന്തിക്ക്, സൂര്യാറ്റങ്ങൾ തമ്മില് ചൂട് കൊണ്ട് വെട്ടി വിടർന്ന് മാറി ന്യൂക്ലിയർ ഫ്യൂഷനും നടക്കുന്നുണ്ട്. ഈ രണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഇത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. പ്ലാസ്മ എന്ന് പറയുന്ന 4ാമത്തെ അവസ്ഥയിലേക്ക് അത് കടന്നു നിന്നു. അവിടെ അത്
ഭൂമിക്കേക്കാളും എത്രയോ വലിപ്പം കൂടിയത്. അതിങ്ങനെ കറങ്ങും, അതിങ്ങനെ കറങ്ങുന്നു. ഇങ്ങനെ പർവ്വത്തിനെയും നിയന്ത്രിക്കുന്ന സൂര്യ, നീ അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നിൽക്കാൻ ശക്തി ഉള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഏ നീ സൂര്യനെ നമസ്കരിക്കും, സൂര്യ നമസ്കാരം ചെയ്തിട്ടില്ല നീ. എന്റെ ദൈവം അതിനെ നിയന്ത്രിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്ത് നിനക്ക് ഏതാ ഉള്ളത്? കൃഷ്ണനോ? ഓ, സ്ത്രീകളുടെ പിറകെ നടക്കുന്ന ഒരു ദൈവമാണ്. ഏ ചീപ്പായി പോകണം, വളരെ ചീപ്പായി പോകണം. നീ വടക്കേന്ത്യയിലൊക്കെ പോയി കാണണം. കൃഷ്ണനെ അംഗീകരിക്കുന്നില്ല. മധുര എന്ന് പറയുന്ന ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമാണ് കൃഷ്ണൻ. യാദവനായതുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വമുള്ള സ്ഥലങ്ങളിലൊന്നും ഈ കൃഷ്ണനെ ആരാധിക്കുന്നില്ല. നിനക്ക് പുറം ലോകം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നീ വെള്ളത്തിൽ കിടക്കുന്ന തവളയാണ്. അതുകൊണ്ട് നിനക്ക് നീ കാണുന്ന കടൽ കണ്ടിട്ടില്ല നീ. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ പല സ്ഥലങ്ങളും ഉണ്ട്, പല രാജ്യങ്ങളുണ്ട്. എല്ലാം കാണണമെന്നൊക്കെ ഇവരോട് പറയുമ്പോഴേക്കും ഇവര് ഉത്തരമില്ലാതെ തൂളിപ്പോകുന്ന ഒരു രീതിയുണ്ട്. വാസ്തവത്തിൽ ഇന്ന് നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവരെ കുറിച്ചൊന്നും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നമുക്കറിയില്ല. ക്രിസ്ത്യാനികളോട് പറഞ്ഞാൽ പോലും അധികം ഈ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തെ അറിയണമെങ്കിൽ ഇതുപോലെ വേർതിരിച്ച് ദൈവം ആരാണ്, ദൈവത്തിന്റെ ശക്തി എന്താണ്, അത് പഠിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് ആര് അങ്ങനെ അങ്ങനെ ഒരു ഇഴുകിച്ചേർത്ത ആ വൻ ശക്തിയല്ലേ യേശു എന്ന രൂപത്തിൽ ഒരു സ്ത്രീയുടെ അടുത്ത് ദൂതനെ വിട്ട് ചോദിച്ചിട്ടും ഇന്ന് കുഞ്ഞിക്കിടക്കുന്ന തൊട്ടിൽ കിടക്കുന്ന ഈശോ ഈശോ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ സ്വയം താഴ്ന്നു. ഈശോ 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 എന്ന് പറഞ്ഞ കുഞ്ഞ് തൊട്ടിലിട്ട് ആഴ്ച തോറും വർഷം തോറും ഇങ്ങനെ വാവാട്ടി നടക്കുന്ന ഒരു രീതിയിലോട്ട് ക്രിസ്ത്യാനികൾ ഇന്ന് തരം താഴെപ്പോ, ഞങ്ങളെ പോലെയുള്ള ഹൈന്ദവ രീതിയിൽ ജീവിച്ച് വളർന്നു വന്ന ഞങ്ങൾക്ക് ഇത് ഇത് ഞങ്ങളോട് നാണക്കേട് തോന്നുന്നു. കാരണം നിങ്ങൾ ഇത്രയും പാരമ്പര്യം പറയുന്നല്ലോ, നിങ്ങൾ പാരമ്പര്യത്തിൽ നിൽക്കുന്ന എന്ത്? യേശുവിനെ അറി, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് വാതിൽ വന്ന് മുട്ടിയാൽ ഞാൻ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. അയ്യോ, ആ രൂപം. അപ്പോൾ ചോദിക്കും, ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ നീ എപ്പോൾ വന്നു? നീ വന്നു. എനിക്ക് പറയാനുണ്ട്, കർത്താവ് പല പ്രാവശ്യം വന്നു. നമ്മുടെ മുമ്പിൽ ഭിക്ഷക്കാരനായിട്ടും യാചകനായിട്ടും ഭ്രാന്തനായിട്ടും ആർക്കും വേണ്ടാത്ത തെരുവിൽ കിടക്കുന്നവനായിട്ടും ഒക്കെ വന്നു. അവനെയൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഭ്രാന്തനായിട്ട് എത്രയോ പേര് കുതിരവട്ടത്തും അവിടെ ഇവിടെയായിട്ട് കൂളംപാറയായിട്ടൊക്കെ കിടപ്പുണ്ട്. ഇവരിൽ എത്രയോ ദൈവ മക്കളുണ്ടെന്നറിയൂ. ദൈവം ഇവരെല്ലാം എനിക്കൊന്നേ പറയാനുള്ളൂ ബ്രദറെ. ഏത് മനുഷ്യ വന്നാലും നമുക്ക് പറയാനുള്ളത് സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ജാതിയില്ല, മതമില്ല. ഞാൻ പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനി ആവുന്നതിന് മുമ്പ് പുത്തരിക്കണ്ടം മൈതാനത്തിൽ യുക്തിവാദികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ 1987 4 കാളവണ്ടി അടുക്കി കത്തിച്ച് കനലാക്കിയിട്ട് ആ കനലിന് മീതെ കൂടെ നടന്നുകൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് ഉറക്കെ വിളിച്ചവനാണ്. അതിന്റെ ഫലമാണ് എന്നെ മരുഭൂമിയിൽ കൊണ്ടിട്ട് ഈ ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് അവന്റെ മണലിൽ കൂടി നടന്നപ്പോൾ എന്റെ കാല് വിണ്ട് കീറി അതിൽ കൂടി ബ്ലഡ് ഒഴുകിയപ്പോൾ എനിക്കൊരു ചിന്ത തന്നു. 87 പല പ്രാവശ്യം അവിടെ 87 മാത്രമല്ല, 87 ഞാൻ എസ്പെഷ്യലി പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് സംസ്ഥാന സമ്മേളനം യുക്തിവാദികളുടെ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാ. അന്ന് അന്ന് അനേകർ ഇങ്ങനെ യുക്തിവാദികളായിട്ടുള്ളവർ തീ കൂടെ നടന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാനും ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് വിളിച്ചത് ദൈവം കേട്ടു. 53-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ എന്റെ ഹൃദയത്തിൽ പറയുന്നു. പുറത്തു പറഞ്ഞില്ല, ഞാൻ പുറത്തു പറഞ്ഞു. പുറത്ത് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്നവരുടെ മധ്യത്തിലാണ് പറയുന്നത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ. അപ്പോ ദൈവം ആ വിളി കേട്ടു. അതുകൊണ്ട് തന്നെ ദൈവമുണ്ട് എന്ന് പറയുവാൻ വേണ്ടി എന്നെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അനേക ബുദ്ധിമാന്മാരുടെ മധ്യത്തിൽ ചോദിക്കുന്നു, പാരമ്പര്യത്തിൽ നിൽക്കുന്നവരുടെ മധ്യത്തിൽ നോക്കുന്നു, നീ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? കാണണം. ഇവന്റെ സിംപ്ലിസിറ്റി എന്ത് സിമ്പിളാണ്. ആ കർത്താവിനെ കാണാൻ ഞങ്ങളോട് സംസാരിക്കും. എന്നോട് വൈഫിനോട് ഞങ്ങൾ ഇരിക്കുന്ന റൂമിൽ കർത്താവിന്റെ ചൈതന്യം ഇറങ്ങി വരും, ശക്തി ഇറങ്ങി വരും. ആ ശക്തിയിൽ ഞങ്ങൾ ഇന്ന് ബലപ്പെട്ട് നിൽക്കുകയാണ്. ആ ശക്തി കേൾക്കുന്ന ഓരോരുത്തരും ദൈവമക്കൾ. ഈ ചാനൽ ഞങ്ങൾക്കായി തുറന്നു തന്നതിന് സ്തോത്രം. ഞങ്ങൾ ആദ്യമേ ഇതിലോട്ട് കയറി പോയതുകൊണ്ട് അത് പറഞ്ഞില്ല. ഇങ്ങനെ ഒരു അവസരം പലരും ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒരു സഹോദരി അത്യാവശ്യമായിട്ട് അവരാണ് എന്നെ ഇതിലോട്ട്, വാസ്തവത്തിൽ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല. അപ്പൊ അങ്ങനെ എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ആ സഹോദരിയാണ് പാസ്റ്ററെ വിളിച്ചിങ്ങനെ പറഞ്ഞതും
ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതുമല്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് പോലെ എനിക്ക് അവരോട് താല്പര്യമുണ്ടായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവര് ഏക ദൈവ വിശ്വാസികളാണ്. വിഗ്രഹം ആരാധനയില്ല. അതുകൊണ്ട് തന്നെ അവരോട് എനിക്കൊരു ഒരു കൂറുണ്ടായിരുന്നു ഗൾഫിലെത്തുന്നത് വരെ. പക്ഷേ ഇന്ന് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു. അവരിൽ അനേകർ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു, യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഖുറാനും ബൈബിളും എല്ലാം മുമ്പ് വായിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം യുക്തിവാദിയായിരിക്കുമ്പോൾ തർക്കിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഖുറാന്റെ പരിഭാഷ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈസാ നബി വരും, അവർ പറയുന്നുണ്ട്. പക്ഷേ നബി മുഹമ്മദ് നബിയെ കൊന്നതിൽ ഒരാൾ ജൂത സ്ത്രീയാണ്. വിഷം കൊടുത്തത്, അവര് ശല്യം സഹിക്കാൻ വയ്യാതെ വിഷം കൊടുത്ത് കൊന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ചൊക്കെ നമ്മൾ അവന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വികൃതമാണ്. ആ പുസ്തകം തന്നെ ഒരു കുറച്ചു പേര് ഒരിക്കൽ ആരെല്ലാം കൈയും കാലും വെട്ടി അതിനെതിരെ പറയുന്നവരെ വെട്ടി കൊലപാതകത്തിലേക്ക് പോവുക. എന്നാൽ സമാധാനത്തിന്റെ അന്തരീക്ഷം പഠിപ്പിച്ച് അങ്ങനെ വളരുന്ന ഒരു പ്രത്യേക വിഭാഗം എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനികളെ അവർ സമാധാനം ചെയ്താണ് രാജ്യങ്ങളെ ആളുകളെടുത്ത് എത്തുന്നത്. ആ വിശക്കുന്നവൻ ആഹാരം കൊടുത്തിട്ട് അവരെ ബോധം കൊടുത്തത്. ഈ കേരള ചരിത്രം തന്നെ പഠിച്ച് ഇന്ന് ആരും പറയാത്തതാണ്. ഞാൻ പല പാർട്ടി മീറ്റിങ്ങുകളൊക്കെ, ഇതിനിടയ്ക്ക് എനിക്ക് പാർട്ടി പ്രവർത്തനം ഉണ്ടായിരുന്നു. പാർട്ടി മീറ്റിങ്ങിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇവിടെ ക്രിസ്ത്യാനികൾ വന്നത് പാർട്ടിക്കാർ പറയുന്നത് സാധാരണ അവര് കണ്ടുപിടിച്ചതാണ് ഈ ഇതല്ല. പക്ഷെ പള്ളിക്കൂട്ടമാണ് ശരിക്കും പള്ളിക്കൂടമായത്. വിദേശികൾ വന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കോണാകം എടുത്തോണ്ട് നടക്കാത്തത്. അല്ലെങ്കിൽ ഇന്ന് കോണാകം എടുത്തോണ്ട് ചാതുർവർണ്ണയത്തിന് അടിസ്ഥാനമാക്കി ആ ജാതി സമ്പ്രദായത്തിന്റെ അടിയിൽ കിടന്നുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തിന് കൂപ്പുകൈ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകുമായിരുന്നു. അതിൽ നിന്ന് വ്യത്യാസം വരുത്തിയത് ഈ പുറത്തുനിന്ന് വന്ന യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് കടന്നു വന്ന ബിസിനസ്സിനാണ് അവർ വന്നതെങ്കിലും അവര് ആദ്യമായി ചെയ്തതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവര് പുറം രാജ്യങ്ങളെ അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് പഴയ ചാതുർവർണ്ണയത്തിൽ തന്നെ കേരള ജനത, വിവേകാനന്ദൻ പറഞ്ഞത് എന്താ, കേരളം ഒരു പ്രാന്താലയമാണെന്ന്. അമേരിക്കയിൽ നിന്ന് കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് തോന്നിയത് ജാതി മതവും എല്ലാം കൂടെ കിടന്ന് കൂട്ടി കഴിഞ്ഞ് കിടക്കുന്നത്. അത് ഹിന്ദുമിടുക്കന്മാർ വിചാരിച്ചു വെച്ചേക്കുന്നത് അത് എന്താണ് പറഞ്ഞത്, അമേരിക്ക പോയി കണ്ടിട്ടാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കണ്ടിട്ടാണ് അതിന്റെ വിവരം വീണപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ വ്യവസ്ഥയിൽ നിന്നും മോചനം എന്നുണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു പ്രാന്താലയമാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ. അപ്പൊ അതുപോലെ ഇന്ന് മതങ്ങള് പഠിപ്പിച്ച് ഞാനും മുസ്ലിം മതത്തെ കുറിച്ചാ പറഞ്ഞു വന്നത്. ഇതുപോലെ ഒരുപാട് അനാചാരങ്ങളിലായിരിക്കുന്ന ഒരു മതമാണ് എനിക്ക് നല്ല ഈ റൂറൽ ഏരിയയിലാണ് എനിക്ക് കൂടുതലും പോകേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ 5-6 ഭാഷ സംസാരിക്കും. അഫ്ഗാനി, പഷ്തു സംസാരിക്കും. വളരെ പണ്ഡിത്യമൊന്നുമില്ല. അവരുമായിട്ടൊക്കെ സഹകരിക്കേണ്ടി വന്നതുകൊണ്ടാണ്, ഗതികേട് കൊണ്ടാണ് പഠിച്ചത്. ഉറുദു, ഇവരെല്ലാം പറയുന്നത്, ഇവരെല്ലാം ഓരോ വിഭാഗങ്ങളുണ്ട്. ഒരുപാട് പേര്, ഷഹ്റാനി, ഷംറാണി, സിയാനി, അൽമുത്തി, അൽഗർണി, അൽഗാന്ധി, മഫ്ല, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അനേക ജാതികൾ അവരിലുണ്ട്. സാധാരണ ഇന്ന് നമ്മുടെ ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റികൾ പോലും, കേരള യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. ഒരു കഴിവുമില്ലാത്ത കുറെ പേരുടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിനെ ഇങ്ങനെ നേടിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ട്, എന്താ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്ററി ഉണ്ട്, BA-ക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഹിസ്റ്ററിയിൽ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അല്ല, ഹിന്ദു ഹിസ്റ്ററി ഇല്ലാത്ത എന്താ ഇവിടെ? അതുപോലെ മറ്റു മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. മറ്റു മതങ്ങളെ ഇങ്ങനെ ഒരു മതം പഠിച്ചത് കൊണ്ട് എന്താ ബെനിഫിറ്റ് എന്താണ്? ഇസ്ലാമിക് ഹിസ്റ്ററി മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മതത്തെ പഠിപ്പിക്കുവാൻ ഞാൻ നോക്കിയിട്ട് ഒരു യോഗ്യതയും കാണുന്നില്ല. അവിടെയുള്ള അറബികളോട് നമ്മൾ ചോദിച്ചാൽ ആ സൗദി അറേബ്യയിൽ പോലും, അവിടെ പോലും മതങ്ങള് ശരിക്കും പറഞ്ഞാൽ അവര് മതത്തെ
മതമല്ലാതെ വേറൊന്നും പഠിപ്പിക്കുന്നില്ല, ഖുർആൻ അല്ലാതെ വേറൊന്നും പഠിപ്പിക്കുന്നില്ല. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ കുറെ കാര്യങ്ങളാണ്. എല്ലാം ഇടയ്ക്ക് എനിക്ക് ഏതോ പുസ്തകത്തിൽ വായിക്കാൻ കഴിഞ്ഞു. ഇവര് ശരിക്കും പറഞ്ഞാൽ ബൈബിള് നബി കേട്ടിട്ട് പോയിട്ട് അവിടെ യഹൂദന്മാരായിരുന്നു, ഖുറേശി വംശക്കാരായിരുന്ന ആളാണ് ഈ മുഹമ്മദ് നബി. ആ യഹൂദന്മാരെ ഓടിച്ചിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങള് ഒളിച്ചു നിന്ന് യഹൂദന്മാരുടെ പ്രസംഗങ്ങള് സിനഗോഗുകളിൽ പോയി കേട്ടിട്ട് അവസാനം അത് പഠിച്ചിട്ടാണ്, അതാണ് ഈസാ നബി എന്നും ഇയോബിന് അയൂബ് എന്നാണ് അവർ പറയുന്നത്, അബ്രഹാമിന് ഇബ്രാഹിം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പേര് മാറ്റി 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 കുറെ മറിയം ബീഗം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അവർ പേര് മാറ്റി മാറ്റി വാസ്തവത്തിൽ ഒരു ഒരു ശരിക്കും അടിത്തറയില്ലാത്തൊരു വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പീഡകള് ഇവരുടെ ഇടയിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് കൊലപാതകങ്ങൾ. ഒരു മലയാളിയെ കൊല്ലുന്നതിന് ഒരു റീസൺ ഇല്ല, മലയാളിയല്ല വിദേശികളെയൊന്നും കൊല്ലുന്നതിന് ഒരു റീസൺ ഇല്ല. എന്നോടൊപ്പം ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു മലപ്പുറത്തുകാരനായ ഒരു കാക്ക, ഞങ്ങൾ 5 പേരേ ഉള്ളൂ ഇന്ത്യക്കാര്. അതിൽ ഒരു കാക്ക, മലപ്പുറത്തുള്ള ഒരു കാക്കയെ ലോണ്ടറി നടത്തുന്ന ആളാ. അദ്ദേഹം അദ്ദേഹം ഒരു റംസാന്റെ തലേ ദിവസം ഞങ്ങളുമായിട്ട് ഉച്ചയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആ ഒരു 14 വയസ്സുകാരൻ വന്ന് ഇദ്ദേഹത്തെ വിളിച്ചു. വാ അബ്ദുള്ള എന്നാ പേര്, അബ്ദുള്ള അങ്ങ് വാന്ന് പറഞ്ഞു. അവന്റെ ലോണ്ടറിയിലെ തുണി 2 ദിവസത്തിന് മുമ്പേ അലക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. വന്നിട്ട് അപ്പൊ ഈ കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നോണ്ട് ഞങ്ങൾ പറഞ്ഞു, നീ അവിടെ ഇരിക്ക്, കഴിച്ചിട്ട് ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഈ ചെറുക്കൻ സമ്മതിക്കില്ല, 14 വയസ്സേ ഉള്ളൂ. അവൻ പറഞ്ഞ് ഇപ്പം വേണോന്ന് പറഞ്ഞു. അവന്റെ സൗണ്ട് കേട്ടപ്പോ അബ്ദുള്ളക്ക് മനസ്സിലായി എന്തോ കുഴപ്പമാണ്. കഴിച്ചു, ആഹാരം കഴുകാതെ തന്നെ പോയി ആ ഷട്ടർ വലിച്ച് നോത്ത് നിന്റെ പുത്തൂറാൻ ചേട്ടത് പറഞ്ഞു, വെറുതെ പേപ്പർ രസീതിഞ്ഞ് തരാൻ പറഞ്ഞു. ഒരുപാട് സമയം ഈ അലക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റംസാനൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഇവർ അലക്കുന്നത്. ഞങ്ങളുടെ സിറ്റിയിലൊന്നും അങ്ങനെയല്ല കേട്ടോ. അപ്പൊ സിറ്റിയിലൊന്നും അങ്ങനെയില്ല. പക്ഷെ ഞങ്ങൾ റൂറൽ ഈ വില്ലേജ് ഏരിയ ആയതുകൊണ്ട് അവിടെ 1-2 അലക്ക് കടകളേ ഉള്ളൂ. ആ സമയം ആഘോഷങ്ങൾ വരുന്ന 2 സമയങ്ങളിലാണ് ഇവർ അലക്കുന്നത് വസ്ത്രങ്ങൾ. അല്ല, വൃത്തിഹീനരായ മനുഷ്യരാണ് ഇവര് വന്ന ആ സമയത്ത് പെട്ടെന്ന് അയാൾ ചെന്ന് ഷട്ടർ വലിച്ച് തുറന്നതും നിന്റെ പേപ്പർ ഇടുന്ന ഇതിൻ്റെ ഇടയിൽ പറയുകയായിരുന്നു. അപ്പം അകത്ത് കയറിയിട്ട് വീണ്ടും ചോദിച്ചു, നിന്റെ ഏതാണ് തോപ്പെന്ന് അറിയാൻ വേണ്ടിയാണ് നീ അകത്ത് കയറിയിട്ട് നിന്റെ രസീത് ഇടെന്ന് പറഞ്ഞു. നീ ഹിന്ദി, അന ഹിന്ദി, യു അന്ത ഹിന്ദി, അന സൗദി, നിനക്ക് പുത്തൂറ വേണോ, നിനക്ക് പേപ്പർ ഇല്ലാതെ നീ തരില്ലേ എന്നാ ചോദിച്ചിട്ട് അരയിൽ കിടന്ന വാളെടുത്ത് ഒരു കുത്തി പിറകെ നിന്ന് കുത്തിയത് മുൻവശത്തു കൂടെ ഇങ്ങനെ തുറന്ന് അപ്പോഴവിടെ വീണ് മരിച്ചു. ഇങ്ങനെയുള്ള ദാരുണമായ ഒത്തിരി സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും സാധാരണ ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ മടിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് മരണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി മരണതുല്യമായ പീഡകളിലൂടെയൊക്കെ അവിടെ കടന്നു പോയിട്ടുണ്ട്. അത് ഈ യമന്റെ ബോർഡർ ആയതുകൊണ്ട് അവിടെ അധികം വിവരമുള്ള ആളുകളല്ല, പുറം ലോകം അവരൊക്കെ അറിയില്ല. ആകെ അറിയാവുന്ന ഈ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ഖുർആന്റെ ഭാഷകൾ മാത്രമേ അറിയാവൂ. അല്ലാതെ അങ്ങനെ ഒരു സംസ്കാരമുള്ളവരല്ല. അനേക ജാതി, കറുത്തവൻ വെളുത്തവനുമായിട്ട് അടിയാണ്. സിറ്റി ഏരിയകളിലൊക്കെ വന്ന കറുത്തവനും വെളുത്തവനും തമ്മിൽ അടിയാ. ആ കറുത്തവനാണ് യഥാർത്ഥത്തിൽ സൗദി, മറ്റവൻ വെളുത്തവൻ പുറത്തുനിന്ന് വന്നവനാണ്. ഇവര് തമ്മിൽ യോജിക്കില്ല. സൗദിയിലുള്ളവരെ കറുത്തവനെ വെളുത്തവൻ ഓഫീസുകളിലെല്ലാം ആധിപത്യം ഉറപ്പിച്ചു. കറുത്തവൻ സെക്യൂരിറ്റി ഫോഴ്സ് പോലുള്ള താണ ജോലികൾ കൊടുക്കും. അങ്ങനെ അങ്ങനെ അവിടെ ശരിക്കും അവിടെ തന്നെ വർഗീയതയാണ്, അവിടെ തന്നെ യോജിപ്പില്ലാത്ത ഒരു വിഭാഗമാണ്. അതെല്ലാം ആലോചിക്കുമ്പോഴത്തേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യാശയിൽ നിൽക്കുന്ന നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെക്കുറിച്ചോ ആരെയും കുറിച്ച് നമ്മൾ പുകഴ്ത്തുവാനോ ഈ ലോകത്തിലുള്ള ആരെയും പുകഴ്ത്തുവാനും ആരെയും നശിപ്പിക്കുവാനും നമുക്ക് കഴിയില്ല. ഒരാളെ നരകം അത്രയും വളരെ യാതന പിടിച്ച സ്ഥലമാണ്. അതിൽ നിന്നൊരിക്കലും നമുക്ക് വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയേണ്ട ബാധ്യത, യഹൂദിയയിലും യെരുശലേമിലും ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയേണ്ട ബാധ്യത നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇങ്ങനെ ഒരു ചാനലിലുള്ള ഒരു അവസരം ഒരുക്കി തന്ന ആരോമ ചാനലിന്
ടിവിക്കും പ്രത്യേകാൽ പാസ്റ്റർക്കും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പിന്നെ അതിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഇടയ്ക്ക് ബെന്യാമീൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ആട് ജീവിതം എന്ന് പറയുന്ന പുസ്തകം ഞാൻ 2007 വായിക്കാനിടയായി. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു എങ്ങനെയെങ്കിലും എന്റെ സാക്ഷ്യം ഇതിനേക്കാൾ എത്രയോ വലുതാണ്. അപ്പോ എനിക്കെന്ന് പറയണം. പക്ഷെ അതേ പുസ്തകം വായിച്ചപ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ കള്ളമാണ്. അതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് ഒരു എഴുത്തുകാരന്റെ ഭാവന എന്നുള്ള നിലയ്ക്ക് അത് വിട്ടുകൊടുക്കാം. പക്ഷേ അന്ന് അന്ന് മുതൽ എനിക്ക് ഇങ്ങനെ എന്റെ സാക്ഷ്യം വളരെ പ്രയോജനമുള്ളത്, ഇത് പുറത്തു വരേണ്ടതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നത് ബോംബെയിൽ ഇപ്പം താമസമുള്ള എൻ്റെ ഒരു സഹോദരി ഒരാഴ്ചയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ ആരോമ ചാനലിനെ കൂടുതൽ പരിചയപ്പെടുത്താനും വിളിച്ചു പറയാനും ഒക്കെ മുൻകൈ എടുത്തത്. അവരിന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് പോയി കഴിഞ്ഞു. അപ്പം അവരോട് എനിക്ക് ഒരു നന്ദിയുണ്ട്. പിന്നെ ഇത് കേൾക്കുന്ന ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോമ ചാനലിന്റെ ഓരോ പ്രേക്ഷകർക്കും സത്യാൽ ഞാൻ നന്ദി പറയുന്നു. ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. കർത്താവിനെ കൂടുതൽ ടേസ്റ്റ് ചെയ്യണം. ഞങ്ങൾക്കുണ്ടായ അനുഭവം, കർത്താവിനുമായിട്ടുള്ള ഒരു ബന്ധം, ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം എനിക്ക് 3 പ്രാവശ്യം, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പിന്നെ എനിക്ക് 3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് 5-ാം തീയതി ഞാൻ വളരെ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ വരുമ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റ് 185 പോയി. അപ്പോൾ ഏതാണ്ട് മരണതുല്യമായ അവസ്ഥ, ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ 5-ാം മാസത്തിൽ എനിക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ നടന്നു. അത് ഹാർട്ടിൽ ലേസർ കയറ്റി ഓവറായിട്ട് പമ്പ് ചെയ്യുന്ന, ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന, പ്രൊഫഷനെ കരിച്ചു കളയുന്ന ഒരു ശസ്ത്രക്രിയയാണ് നടന്നത്. അത് വളരെ സക്സസ് ആയിരുന്നു. പക്ഷേ എന്നാൽ നവംബർ 5-ന് എനിക്ക് വീട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ ശ്രീചിത്രയിൽ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഐസിയുവിൽ ബെഡില്ലാത്തത് കാരണം എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കടത്തിവിട്ടു. അവിടെ എത്തുന്നതിന് മുമ്പേ ആംബുലൻസിൽ വെച്ച് തന്നെ എൻ്റെ ഭാര്യ RCCയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ വന്ന് എൻ്റെ നെഞ്ചിന്മേൽ കൈവച്ചിട്ട് പറഞ്ഞ്, യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർപ്പിച്ച പരിശുദ്ധനായ ദൈവത്തിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി ഈ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അവസ്ഥ ഓക്സിജൻ എടുത്ത് മാറ്റി നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ടെസ്റ്റുകൾ പലതും ചെയ്തു. 2 ദിവസം ആയിട്ടും ഒരു കുഴപ്പവുമില്ല. ഈ മനുഷ്യൻ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചിട്ട് വന്ന ഡോക്ടർമാരുടെ ഒരു അവസ്ഥ. എൻ്റെ 2 ദിവസം എന്നിട്ടും അവർ പറഞ്ഞു, ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ കൂടുതൽ ആയിരുന്നതുകൊണ്ട് 2 ദിവസം ഇവിടെ കിടത്തിയിട്ട് പൊക്കോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ദൈവം 3 അറ്റാക്കുകൾ കഴിച്ചു. ഇതും എന്നെ വീണ്ടും കഴിച്ചു. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആരോമ ചാനലിന് എൻ്റെ ഓരോ വ്യക്തികളെയും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശ്രേഷ്ഠ ആയുസ് മുഴുവൻ ഞങ്ങൾക്ക് തന്ന ദൈവിക ജ്ഞാനം അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും ദൈവം ഇടയാക്കട്ടെ. ദൈവം ചാനലിനെ വേറെ ശ്രേഷ്ഠമായിട്ട് അനേകരിലേക്ക് ഹല്ലേലൂയ അങ്ങ് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. താങ്ക് യു പ്രിയ മുരാരി ബ്രദർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയതായ അതിശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മുരാരി ബ്രദറിൻ്റെ ജീവിതം വളരെ അസാധാരണമായ ഒരു ജീവിതം, അതിൻ്റെ യാഥാർത്ഥ്യം, പച്ചയായ അനുഭവങ്ങൾ തുറന്നു പറയുവാൻ ഇടയായിത്തീർന്നു. പലപ്പോഴും ആരും കേൾക്കാത്ത, ആരും അറിയാത്ത ജീവിതത്തിലെ അനുഭവങ്ങൾ വ്യക്തികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ പേറി ഈ ആയുസ് മുഴുവനും ജീവിച്ച് ഏതു വിധേനയെങ്കിലും ജീവിച്ച് കടന്നു പോകുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു ജീവിതം നയിക്കുവാനും
അവരെ വിടുവിച്ച വിധങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ദൈവം അവസരങ്ങളെ ഒരുക്കി കൊടുക്കുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ജീവിതാനുഭവങ്ങൾ അത് ഹൃദയത്തിൽ ഏറ്റ മുറിവുകളായി, പാടുകളായി മാത്രം ശേഷിക്കുമ്പോൾ, പ്രിയ മുരാരി ബ്രദറിൻ്റെ ഹൃദയത്തിലേറ്റ ആ കറുത്ത പാട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ കഴുകി തുടച്ച് അത് വെണ്മയാക്കി തീർക്കുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും വചനത്താലും നിറയപ്പെട്ട് ദൈവസ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുവാനും ദൈവം തിരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബ്രദറെ, കടന്നുപോയതായ തിക്ത അനുഭവങ്ങൾ, അസാധാരണമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഒരുപക്ഷെങ്കിൽ ഈ യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ യേശു തിരഞ്ഞെടുത്തില്ലായിരുന്നു എങ്കിൽ ഇന്നൊരു പക്ഷെങ്കിൽ ഒന്നുകിൽ ജയിൽ, അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ഒരു മദ്യപാനി, അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിമ, അല്ലെങ്കിൽ സമൂഹത്തിന്, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു തലവേദന, നിയമപാലകർക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായി മാത്രം മാറുമായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ മുന്നമേ തിരഞ്ഞെടുത്തു. ആ ഒരു തിരഞ്ഞെടുപ്പ് സ്വീകരിച്ചതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി, ഒരു പ്രതിപുരുഷനായി, ഒരു ദൈവമകനായി തീരുവാനും അനേക പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഒരു മാതൃകയാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ അവരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക്, സത്യത്തിങ്കിലേക്ക്, വെളിച്ചത്തിങ്കിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായി തീരത്തക്കവണ്ണം സംസാരിക്കേണ്ടതിന് ഉപകാരമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മുരാരി ബ്രദറിനെയും ലളിത സിസ്റ്ററിനെയും കർത്താവ് സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി സുവിശേഷ വേലയുടെ വക്താക്കളായി ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം, നല്ല സാക്ഷ്യങ്ങളെ വഹിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് അവസരങ്ങളെ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നക്സലേറ്റുവാദിയായിട്ടോ, ഒരു നിരീശ്വരവാദിയായിട്ടോ, ഒരു മദ്യപാനിയായിട്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് നയിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇന്ന് ഈ സമാധാനവും സന്തോഷവും എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും: യേശു കർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വന്നു, ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. മരണകരമായ അനുഭവങ്ങൾ, ആത്മഹത്യാപരമായ അനുഭവങ്ങൾ, അതുപോലെ ഹൃദയാഘാതം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ ആരാണ് തടഞ്ഞു നിർത്തിയത്? ആരാണ് വഴിതിരിച്ചു വിട്ടത്? ആരാണ് അതിൽ നിന്ന് വിടുവിച്ചത്? അതെ, ഒരു ദൈവം, ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി സാക്ഷ്യം വഹിക്കുവാൻ പ്രിയ മുരാരി ബ്രദറിനെ ദൈവം ഉപയോഗിച്ചതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കളെ, ഭീകരതയും പ്രശ്നങ്ങളും സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഈ ലോക ജീവിതയാത്രയിൽ മനുഷ്യൻ എങ്ങോട്ടെന്നില്ലാതെ, മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ ജീവിക്കുന്ന ഈ കാലയളവിൽ മദ്യവും മയക്കുമരുന്നും ആസാൻമാർഗികതകളും മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് സത്യമെന്ന് ഒന്നുണ്ട്. സത്യം മനുഷ്യൻ മനസ്സിലാക്കുവാൻ ചെവി കൊടുക്കാതെ പലപ്പോഴും പൈശാചികമായ വാക്കുകൾക്ക് ചെവി കൊടുത്ത്, ഏദൻ തോട്ടത്തിൽ
ദൈവമക്കളോട്, ആദം ഹവ്വയോട് പിശാച് സംസാരിച്ചതുപോലെ പല വിധത്തിലുള്ള പാപത്തിൻ്റെതായ പ്രലോഭനങ്ങളും മനുഷ്യൻ്റെ കാതുകളിൽ കേൾപ്പിച്ച് മനുഷ്യൻ വലിച്ചഴിക്കപ്പെടുമ്പോൾ മനുഷ്യൻ അറിയുന്നില്ല, മനുഷ്യൻ മരണത്തിലേക്ക്, നിത്യനരകത്തിലേക്ക്, നാശത്തിലേക്ക് പോകുന്നെന്ന് തിരിച്ചറിയുന്നില്ല. എന്നാൽ വസ്തുത യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അതിന് നിരക്കാത്തതായ ജീവിത രീതികൾ മനുഷ്യൻ പിന്തുടരുമ്പോൾ ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. യേശു എന്ന സത്യം, ദൈവം എന്ന സത്യം, നിത്യത എന്ന സത്യം, ആ യാഥാർത്ഥ്യം ആർക്കും അവഗണിക്കാൻ കഴിയാത്ത വസ്തുതയാണ്. ആകയാൽ ആയതിലേക്ക് ആരാകർഷിക്കപ്പെടുന്നുവോ അവർക്ക് ഒരു നിത്യജീവൻ, സമാധാനം, സന്തോഷം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രിയ മുരാരി ബ്രദറിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ വിഷയത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ. ആരുടെയും ജീവിതത്തിൽ നിർബന്ധിച്ച് ഒന്നും ചെയ്യുന്നവനല്ല യേശു കർത്താവ്. നാം അവസരം കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരിക. ആകയാൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, മദ്യം, മയക്കുമരുന്ന്, ലഹരി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലാത്ത ഒന്നിൻ്റെ പുറകെ പോയി ജീവിതം തീർന്നു പോകാതെ നമുക്ക് ശേഷിച്ചിരിക്കുന്ന അവസരങ്ങൾ, ഈ ആയുസ് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ, ദൈവവചനപ്രകാരം ജീവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളെയും യേശു വിളിക്കുന്നു. യേശു നിങ്ങളെയും വിളിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതി, കുഞ്ഞേ, യേശു നിങ്ങളെ വിളിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ആമേൻ. ആകയാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷിക്കായി ഏറ്റുപറഞ്ഞ് അവൻ്റെ വചനങ്ങളെ ആരനുസരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അവസരമുണ്ട്. കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ, ആയിരിക്കുന്നിടത്തൊരു നിമിഷം പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കൂ. നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുക. കർത്താവെ, ഞാനിതായിട്ട് സമർപ്പിക്കുന്നു. ആര് പ്രാർത്ഥിക്കുന്നു? സ്തോത്രം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ കാൽവരി ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. യേശുവിൻ്റെ ആമേൻ, ആ സ്നേഹത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയ മുരാരി ബ്രദർ, അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങളിൽ നമ്മെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവശക്തനെ, സർവചരാചരങ്ങളുടെയും കർത്താവേ, ഭൂമി, സൂര്യ, ചന്ദ്ര, നക്ഷത്ര കോടാനുകോടികൾക്ക് അധിപനെ, അങ്ങയുടെ നാമ മഹത്വത്തിനായി കർത്താവേ, പ്രിയ മക്കൾ, ഈ ചാനൽ, ആരോമ ചാനലും അവരുടെ പ്രേക്ഷകർക്കും വേണ്ടി അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരുത്തരും എണീറ്റ് പ്രകാശിക്കുക. പ്രകാശം വന്നിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം ഈ മക്കളപ്പ. ഹല്ലേലൂയ. അങ്ങയുടെ മുമ്പിൽ പശ്ചാത്താണിരിക്കുമ്പോൾ അങ്ങയുടെ അത്യന്തം പരമായ ശക്തി വ്യാപരിച്ച് ഹല്ലേലൂയ അപ്പ ഇവർ പ്രകാശിച്ച അനേക ദേശങ്ങളിൽ ഇവർ ഓരോരുത്തരും സാക്ഷികളായി തീരുവാൻ, ലോകത്തിന്റെ അറ്റത്തോളം പോയി ഇവർ സാക്ഷികളാകുവാൻ ഈ ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമാണ്. അന്ത്യകാല ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. അങ്ങയുടെ നാൾ, ആ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം അറിയേണ്ടതിന് ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഈ ചാനലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച, ഇത് അനേക 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 ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ഭൂമിയിലെങ്ങോ ഹല്ലേലൂയ വ്യാപരിക്കട്ടെ കർത്താവേ. അപ്പാ, അങ്ങയുടെ വരവിൽ ഒരു വ്യക്തി പോലും സുവിശേഷം കേട്ടിട്ടില്ല എന്ന് പറയാതിരിപ്പാൻ ഈ ചാനലിനെ മാക്സിമം എടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അനേക ആയിരം ജാതിയിൽപ്പെട്ട മത്സ്യങ്ങളെ പിടിക്കുന്നവരാക്കി മാറ്റണമേ കർത്താവേ. അങ്ങയുടെ വാക്ക് കേട്ട് വല ഇറക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ശരണപ്പെട്ട് താണിരുന്നു കൊണ്ട്
അനേകർക്ക് വേണ്ടി പ്രകാശിക്കുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഉപയോഗിക്കണം. അവരവരായിരിക്കുന്ന കുടുംബ ജീവിതങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങള്, രോഗം, ശാപം, പാപം എല്ലാം അങ്ങ് കാൽവറി ക്രൂശിൽ അഡ്വാൻസായി ഞങ്ങൾക്കും വരും തലമുറയ്ക്കും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങിലുള്ള ഞങ്ങളുടെ വിശ്വാസം, ക്രിസ്തു യേശുവിലുള്ള ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിച്ച് കർത്താവെ, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും വിട്ടുമാറാത്ത അങ്ങയുടെ സ്നേഹത്തിൽ പറ്റിച്ചേർന്നിരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ കർത്താവെ. അങ്ങയുടെ പാപം ഞങ്ങളിൽ വരട്ടെ കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ പാപം ഞങ്ങളിൽ വരട്ടെ. ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ വിശേഷ ആരോമ ചാനലിനും ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ വീണ്ടും ഹല്ലേലൂയ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. അങ്ങ് പ്രാർത്ഥന, യാചന എല്ലാം കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു മുരാരി ബ്രദർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ ബ്രദറിനോടും കുടുംബത്തുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന രോമാറ്റിയുടെ ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com